നരനാശ്വതിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ത്രം ചെയ്യുന്നു. കർത്താവേ, അങ്ങയുടെ അഭിഷേകത്തിന് അങ്ങയുടെ ജനത്തോട് സംസാരിക്കാൻ ആവശ്യമായ വചനവും വചനത്തിന് കേൾക്കുന്നവർക്ക് ശ്രവണത്തിൻ്റെ അഭിഷേകവും നൽകണമേ. അമ്മേ, പരിശുദ്ധമേ മാതാവേ, ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി മധ്യസ്ഥം വഹിക്കുകയും ഈ ആരാധന മാത്രം ആശ്രയിച്ചുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം കാത്ത് പ്രാർത്ഥിച്ചിരുന്നവർക്കെല്ലാം ഈ ആരാധന വലിയ ദൈവത്തിൻ്റെ തലോടൽ ലഭിക്കുവാനും സാന്ത്വനം ലഭിക്കുവാനും ഇഷ്ടയാക്കണമേ. സ്തുതിയുടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം, മഹത്വം. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മൾ കേട്ട സാക്ഷ്യങ്ങൾ എല്ലാം ജീവൽ സാക്ഷ്യങ്ങളാണ്. മാസത്തിൻ്റെ അവസാനത്തെ ചൊവ്വാഴ്ചയാകുമ്പോൾ ഇത് 6-ാം ദിവസത്തെ സാക്ഷ്യമാണ്. ഇങ്ങനെ 6 ദിവസത്തെ സാക്ഷ്യങ്ങളുണ്ട്. 50 സാക്ഷ്യങ്ങൾ വീതം, ചിലപ്പോൾ 30, ചിലപ്പോൾ 40 അങ്ങനെ വരും. എന്നാലും 300-400 സാക്ഷ്യങ്ങളാണ് ഒരു മാസം. ഇവിടെ പറയിപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ വളരെ ക്വാളിറ്റേറ്റീവായിട്ട് അമ്മ നൽകുന്ന മിറക്കിൾസ്, ഇതൊന്നും അനുഗ്രഹങ്ങളല്ല, അനുഗ്രഹങ്ങളുടെ അപ്പുറത്തേക്ക്, അതായത് മനുഷ്യൻ്റെ സ്വാഭാവികമായ സാധ്യതയുടെ അപ്പുറത്ത് നടക്കുന്ന കാര്യങ്ങളെല്ലാം, ദൈവത്തിൻ്റെ ഇൻ്റർവെൻഷൻ അല്ലാതെ നടക്കത്തില്ലാത്ത കാര്യങ്ങളെല്ലാം മിറക്കിൾ എന്ന അത്ഭുതങ്ങളുടെ പട്ടികയിലാണ് വരുന്നത്. പക്ഷേ അത്ഭുതങ്ങളെ നമുക്ക് ഒരു പരിധിവരെ അത്ഭുതങ്ങളെ നമുക്ക് ഫെസിലിറ്റേറ്റ് ചെയ്യാൻ കഴിയും, അതിനെ സൗകര്യപ്പെടുത്തിയെടുക്കാൻ കഴിയും. അത് സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ നമ്മളുടെ ഒരു കപ്പാസിറ്റി, കഴിവ്, അതിൻ്റെ അപ്പുറത്തെ ആഗ്രഹങ്ങൾ ചില സമയത്ത് പരിശുദ്ധാത്മാവും നമുക്ക് നൽകും, ചിലപ്പോൾ ദുഷ്ടാത്മാവും നമുക്ക് നൽകും. വിവേചനം വേണം ഇവിടെ. 2 തരം വിഷയമുണ്ട്. നമ്മുടെ അറിവിൻ്റെ അപ്പുറത്തെ, നമ്മുടെ കഴിവിൻ്റെ അപ്പുറത്തെ ആഗ്രഹങ്ങൾ ചില സമയത്ത് പരിശുദ്ധാത്മാവും നമുക്ക് നൽകും, ചിലപ്പോൾ ദുഷ്ടാത്മാവും തരും. അപ്പോൾ ഇത് എപ്പോഴും പ്രേയറിലിരിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു ഗുണം, പ്രാർത്ഥനയിലിരിക്കുമ്പോൾ പരമാവധി ദുഷ്ടാത്മാവിന് പ്രവർത്തിക്കാനുള്ള പടി നമ്മൾ അടക്കുകയാണ്. അതാണ് എൻ്റെ ഗുണം. പ്രാർത്ഥനയിലിരിക്കുമ്പോൾ പരമാവധി ദുഷ്ടാത്മാവിന് പ്രവർത്തിക്കാനുള്ള പടി നമ്മൾ അടക്കും. അപ്പോൾ പിന്നെന്താ ഗുണം? പിന്നെ വരുന്ന ആഗ്രഹങ്ങളെല്ലാം ദൈവിക ആഗ്രഹങ്ങളായിരിക്കും. അങ്ങനെയാണ് ആഗ്രഹങ്ങളെ സാധാരണ മനുഷ്യർക്ക് വിവേചിക്കാൻ. ശരിക്കും ആഗ്രഹങ്ങളെ വിവേചിക്കേണ്ട വിവേചന വരം കൊണ്ടാണ്. പക്ഷേ 95% ആൾക്കാർക്ക് വിവേചന വരം കിട്ടിയിട്ട് വിവേചിച്ചാൽ മതിയെന്ന് പറഞ്ഞാൽ അത് പ്രാക്ടിക്കലല്ല. അതുകൊണ്ടാണ് അച്ഛൻ ഇങ്ങനെ പറഞ്ഞത്, നമ്മൾ വിശുദ്ധിയോടെയും പ്രാർത്ഥനയോടെയും ജീവിച്ചാൽ ദുഷ്ടാത്മാവിന് നമ്മൾ പടിയടക്കും. പിന്നെ വരുന്ന ആഗ്രഹങ്ങൾ എന്താ? ഇപ്പോൾ ഒരു സാക്ഷ്യം വന്നില്ലേ, കൽക്കട്ട IIT പഠിക്കാൻ പോകാൻ വേണ്ടി ആ മകന് ഒരു ആഗ്രഹം വന്ന്. അപ്പം അമ്മയും അപ്പനും പറഞ്ഞു, മകനെ, നമ്മളുടെ കൈപ്പിടിയിൽ ഒതുങ്ങണ കാര്യമല്ല, പക്ഷേ ഡിസ്കറേജ് ചെയ്തില്ല, നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അത് വലിയ ഭാഗ്യമാണ് ശരിക്കും. അപ്പനും അമ്മയും പ്രാർത്ഥിക്കുന്നൊരപ്പനും അമ്മയും എല്ലാവർക്കും കിട്ടിയാൽ അത്രയും നല്ലത്. ഒന്ന് പ്രാർത്ഥിച്ച്, കർത്താവായ യേശുവേ, അപ്പനും അമ്മയും മരിച്ചുപോയവരും അപ്പൻ മരിച്ചു അല്ലെങ്കിൽ അമ്മ മരിച്ചു അങ്ങനെയുള്ളവർക്കും കർത്താവേ ആത്മബന്ധത്തോടെ ഇതുപോലെ പ്രാർത്ഥിക്കുവാൻ നീ അഭിഷേകം ചെയ്ത് പ്രാർത്ഥനാ പങ്കാളികളെ ആത്മീയ തുണകളെ നൽകണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ മഹത്വം, യേശുവേ ആരാധന. അപ്പോൾ അവർ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്, അപ്പനും അമ്മയും മകനും കൂടി പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് IIT എന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് IIT എന്ന് പറഞ്ഞാൽ മനസ്സിലാവും. അപ്പം അങ്ങനെ എന്തോ ആണെന്ന് ധരിച്ചിരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷൻ കോഴ്സിലും
നാഷണൽ റെപ്യൂട്ടേഷനായിട്ട് പ്രൊഫഷണൽ കോഴ്സ് IAS, ITI, IPS, IFS അങ്ങനെ കുറേയധികം നാഷണൽ അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രൊഫഷണൽ ഡിഗ്രി ഉണ്ട്. അത് ഭയങ്കര ഇൻ്റലക്ച്വൽ കാലിബർ ഉള്ളവർക്ക് മാത്രമാണ് അതിൻ്റെ അകത്ത്. ഭയങ്കര ഹെവി എൻട്രൻസ് ടെസ്റ്റാണ്, സീറ്റും വളരെ കുറവാണ്. അപ്പം അതുകൊണ്ട് പക്ഷേ ആ മകൻ അതിനെ ആഗ്രഹിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇന്ത്യയിലുള്ള മുഴുവനും പ്രൊഫഷണൽ ഐക്യമുള്ള കുഞ്ഞുങ്ങളുമായിട്ടാണ് മത്സരിക്കുന്നത്. ഈ IIT-യിലൊക്കെ മത്സരിക്കുന്നതും IIM-ലൊക്കെ മത്സരിക്കുന്നതും ഇന്ത്യയിൽ നാളെ ഇന്ത്യയെ ഭരിക്കാൻ പോകുന്നവരാണ്. അവരെ സാധാരണ MBA അല്ലത്. ഇന്ത്യയെ നാളെ ഭരിക്കേണ്ടതാണ്. ആരാണ് ഭരിക്കണത്? നമ്മൾ തിരഞ്ഞെടുത്ത ജനപ്രതിനിധികളുണ്ടെങ്കിലും ജനപ്രതിനിധികൾക്ക് പ്ലാൻ വരച്ച് കൊടുക്കുന്നത് ആരാ? അഡ്മിനിസ്ട്രേഷനിലുള്ളവരാ. അതാണ് എൻ്റെ പ്രത്യേകത. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഭയങ്കര ഹെവി മത്സരങ്ങളാണ്. ഈ ഹെവി മത്സരത്തിന് ഇവൻ തയ്യാറെടുക്കുകയാണ്. നീ ദൈവത്തിൽ ആഗ്രഹിച്ചാൽ നിൻ്റെ ജീവിത നിലവാരം അങ്ങനെ തന്നെ ദൈവം മാറ്റിക്കളയും. ആഗ്രഹമാണ് വേണ്ടത്. ശരിക്കും ആഗ്രഹം വേണം. ആഗ്രഹം, അതായത് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ആഗ്രഹം ഉണ്ടാകണം. കർത്താവൻ ചോദിക്കുന്നില്ലേ? നീ ഒന്ന് പ്രാർത്ഥിച്ചേ. കർത്താവ് ദൈവമേ, പരിശുദ്ധാത്മാവ് നിറഞ്ഞ ഒരു ഭൗതിക ആഗ്രഹം എൻ്റെ കുടുംബത്തിൽ തരണമേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. അപ്പം അങ്ങനെ ഒരു ആഗ്രഹം കിട്ടിയാൽ അത് സപ്പോർട്ട് ചെയ്യും. ദൈവം സപ്പോർട്ട് ചെയ്തോളൂ. ദുഷ്ടാത്മാവിൽ നിന്നല്ലാതെ, മനുഷ്യാത്മാവിൽ നിന്നല്ലാതെ, ദൈവാത്മാവിൽ നിന്ന് ദൈവികമായ ജീവിതത്തിൽ ഇപ്പം അവന് കഴിവുണ്ട്. അത് ആൾ കളിക്കാൻ വേണ്ടിയല്ല, ആരോടും മത്സരിക്കാൻ വേണ്ടിയല്ല. അപ്പം ആൾ കളിക്കാൻ വേണ്ടിയാണെങ്കിൽ ലോകാത്മാവാവും, മനുഷ്യാത്മാവാവും, സപ്പോർട്ട് ചെയ്യത്തില്ല. മത്സരിക്കാൻ വേണ്ടിയാണെങ്കിൽ മത്സരം കുറച്ച് കഴിയുമ്പോൾ വൈരാഗ്യത്തിലേക്ക് വരുമ്പോൾ ദുഷ്ടാത്മാവാവും, സപ്പോർട്ട് ചെയ്യത്തില്ല. അതാണ് പ്രശ്നം. നമ്മൾ ആഗ്രഹിക്കുന്നതല്ല പ്രശ്നം. ഇപ്പം ആൻറ്റിയുടെ മക്കൾ പോയി, അതുകൊണ്ട് ഞാനും പോകുകയാണെന്നുണ്ടെങ്കിൽ അത് മത്സരമാണ്. അങ്ങനെയല്ല വരേണ്ടത്. ആരെങ്കിലും പോയത് കണ്ടിട്ട് അയ്യോ നാളെ അവരെങ്ങാനും പോയി രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ ഉമ്മാക്കി നമ്മൾ കാണേണ്ടി വരുമല്ലോ എന്ന് ഓർത്തിട്ട് എന്നാൽ നീയും പൊടിയെന്ന് പറഞ്ഞുകൊണ്ട് മാതാപിതാക്കന്മാർ സ്ക്രൂ ചെയ്ത് വിടത്തില്ലേ? അത് ലോകാരൂപിയാണ്. അങ്ങനെയല്ല. അതാണ് ഞാൻ അച്ഛൻ പറയണത്. പരമാവധി ആഗ്രഹങ്ങൾ നല്ലതാണ്. പക്ഷേ ആഗ്രഹങ്ങൾ എപ്പോഴും നമ്മൾ ദൈവാത്മാവിനെ ചലിക്കുകയാണെങ്കിൽ, നമ്മൾ ദൈവാത്മാവിനായി ചലിക്കുമ്പോൾ ആത്മാവും നമുക്ക് പ്രേരണ നൽകും. അതുകൊണ്ടാണ് എപ്പോഴും അധരവും ഹൃദയവും ഒക്കെ വിശുദ്ധ രക്തത്താൽ കഴുകണം. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, എൻ്റെ അധരത്തെയും എൻ്റെ ഹൃദയത്തെയും നിന്റെ വിശുദ്ധ രക്തത്താൽ കഴുകണമേ. നീ അനുവദിക്കുന്ന മാത്രം ആലോചിക്കാനും ആഗ്രഹിക്കാനും അഭിഷേകം നൽകണമേ. ഇപ്പം നമ്മുടെ സിറ്റുവേഷൻ വളരെ ഡ്രാസ്റ്റിക്കാണ്. നമ്മളെ സഹായിക്കാൻ ആരില്ല. ഇപ്പം പല സാക്ഷ്യങ്ങൾ കണ്ടില്ലേ? ഞങ്ങൾക്ക് ആരുമില്ല എന്ന് പറഞ്ഞില്ലേ സഹായിക്കാൻ? അവർ സ്വന്തമായിട്ട് പറഞ്ഞല്ലോ. ഞാൻ അവിടെ ഇരുന്ന് കേൾക്കുകയായിരുന്നു. ഞങ്ങൾക്ക് ബന്ധപ്പെട്ടവരില്ല, സ്വന്തപ്പെട്ടവരില്ല, സഹോദരങ്ങളില്ല, ആരുമില്ല എന്ന് പറഞ്ഞില്ലേ? ഒരു ചേച്ചി പറഞ്ഞായിരുന്നു, കൊല്ലത്തെ ചേച്ചിയാണെന്ന് തോന്നുന്നു, ഒരു സാക്ഷ്യം പറയാം. അത് അവരിവിടെ നിന്ന് പറയാൻ തയ്യാറാണല്ലോ. അത് അവരിവിടെ നിന്ന് പറയാൻ തയ്യാറാണ്. ദാറ്റ് മീൻസ് അവർ അത്രയും എളിമപ്പെടുന്നു എന്ന് എൻ്റെ സൂചന. അവരുടെ അവസ്ഥ അതാണ്. അത് ശരിക്കും ചില സമയത്ത് അവസ്ഥ ഇത്തിരി മോശമാകണത് നല്ലതാണ്. വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. എപ്പോഴെങ്കിലുമൊക്കെ ഇത്തിരി അവസ്ഥ മോശമാകണത് നല്ലതാണ്. വളരെ അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഈശോ അടുത്ത് വരും. അവസ്ഥ മോശമാണ്, നമ്മൾ ദൈവത്തിനെ വിട്ട് നിൽക്കത്തില്ലെന്ന് കാണുകയാണെങ്കിൽ ഈശോ അടുത്ത് വരും. ഭാര്യ പോലും ഉപേക്ഷിച്ചു പോയ ഒരു മകനെ കർത്താവ് അടുത്ത് വന്നില്ലേ? സ്വന്തം ഭാര്യ പോലും ഉപേക്ഷിച്ച് പോയാണ് അയാൾ. അവരത് ബൈസ്റ്റാൻഡറായിരുന്നു ആദ്യം. ബൈസ്റ്റാൻഡറായിട്ട് നിന്ന് പക്ഷേ അവർ ആ മത്സരത്തിൽ തോറ്റുപോയി. ഈ തറവാട് രോഗിയായിട്ട് കിടന്നൊരു മനുഷ്യനില്ലേ ബൈബിളിൽ? ഇല്ലേ? ബെത്സയിദ കുളത്തിൻ്റെ കരയിൽ അയാളുടെ ഭാര്യ സ്വന്തപ്പെട്ടവരൊക്കെ ആദ്യം ഉണ്ടായിരുന്നതാണ് അയാളുടെ കൂടെ. പക്ഷെ നിന്നിട്ട് കാര്യമില്ലെന്ന് കണ്ട് ഈ മനുഷ്യൻ പിന്നെയും രോഗിയായി തീരണ കാരണം അവരവരുടെ പഠനവിദ്യാതിരക്കി സ്ഥലം വിട്ടു പോയി. അതിനൊക്കെ ഭയങ്കര സങ്കടം ഉണ്ടായേക്ക്.
എൻ്റെ മക്കൾ ഇട്ടച്ചും പോയി. കാര്യം മക്കളെ ഇടയ്ക്ക് സഹായിക്കാൻ നോക്കും, ഭാര്യയും കൂടി സഹായിക്കാൻ നോക്കും. പക്ഷെ വെള്ളം ഇളകുമ്പോഴേ ആണ് സഹായിക്കേണ്ടത്. വല്ലപ്പോഴും ഇളകാതിരിക്കുമ്പോൾ സഹായിച്ചൊരു കാര്യമില്ലല്ലോ. വെള്ളം ഇളകുമ്പോഴാണ് സഹായിക്കേണ്ടത്. അത് പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മളെ വല്ലപ്പോഴും സഹായിച്ചൊരു കാര്യമുണ്ട്. ഇപ്പോൾ ഇന്നാൾ 46 വയസ്സുള്ള ഒരാൾ ഇവിടെ കല്യാണം കഴിച്ച് അല്ലേ, ഉടമ്പടി ചെയ്തപ്പോഴും 46 വയസ്സുള്ള ഒരാൾ കല്യാണം കഴിച്ചു. അപ്പോൾ ഞാനോർ ദൈവമേ, വല്ല 10-23 കൊല്ലം മുമ്പ് കർത്താവ് ഉടമ്പടി തന്നേച്ചെങ്കിൽ ഇപ്പം അവർക്ക് 23 വയസ്സുള്ള പിള്ളേരുണ്ടായേനെ. അപ്പം കല്യാണത്തിനൊക്കെ ഒരു സമയമുണ്ട്. വെള്ളം ഇളകുമ്പോൾ എന്നെ വെള്ളത്തിലേക്ക് ഇറങ്ങണം. അയാൾ പറഞ്ഞ കറക്റ്റ് സംഭവമാണ്. ആ ടൈമിൽ നമുക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ കിട്ടിയിട്ട് ഒത്തിരി കാര്യങ്ങളില്ലാതെ വരും. അതുകൊണ്ട് അയാൾ കാര്യം പറയുക, സമയത്ത് സഹായിക്കാൻ ആരും ഇല്ലായിരുന്നു. ഭയങ്കര വർത്തമാനമാണ് ആ മനുഷ്യൻ പറയണത്. എന്താണ്, എന്നെ സമയത്ത് സഹായിക്കാൻ എനിക്കാരുമില്ലായിരുന്നു. നമ്മുടെയൊക്കെ പലരുടെയും ഒരു അവസ്ഥയാണത്. സമയത്ത് സഹായിക്കേണ്ടവർ അവർ ഈ നാട്ടുകാരല്ലെന്ന് പറഞ്ഞ് കൈവിട്ടു പോയി. സമയത്ത് സഹായിക്കാൻ അപ്പം അയാൾ ഈശോയോട് പറയുന്നുണ്ട്, സമയത്ത് സഹായിക്കാൻ ആരുമില്ല. അപ്പം നമ്മളെ ഈശോ എന്താ പറയണത്? എൻ്റെ തീ പൈതലെ, നിന്നെ സമയത്ത് ആരും സഹായിച്ചില്ലെങ്കിലും നിന്നെ സഹായിക്കേണ്ട സമയം തീരുമാനിക്കുന്നത് ആരാണ്? അത് ഞാനാണ്. ഇനി ആരെങ്കിലും സമയത്ത് സഹായിച്ചില്ലെങ്കിലും അതിൻ്റെ പേരിൽ നിനക്കൊരു കേടുണ്ടാകത്തില്ല. നിന്നെ ആരെങ്കിലും ഏതെങ്കിലും നീ വിചാരിച്ച സമയത്ത് നിന്നെ സഹായിച്ചില്ലെങ്കിലും നീ യേശുവിനെ സ്വീകരിച്ചാൽ അതിൻ്റെ പേരിൽ നിനക്കൊരു കേടുണ്ടാകത്തില്ല. ഉള്ള കേടിനെ കർത്താവ് പരിഹരിക്കും. കൈ അടിച്ച് കർത്താവിനെ. അപ്പോൾ ഈശോ ഒരു കാര്യം ഞാനോട് ചോദിക്കും, മകനെ എനിക്ക് മനസ്സിലായി, വൈഫുണ്ടായിരുന്നു, മക്കളുണ്ടായിരുന്നു, ബന്ധുക്കളുണ്ടായിരുന്നു, ഇപ്പം ആരുമില്ല. എല്ലാവരും നിന്നെ കൈവിട്ട് നീയും മുമ്പത്തെ നിൻ്റെ കണ്ടീഷൻ മുമ്പത്തേക്കാൾ മോശവുമായി. നീ തറ പറ്റിയിരിക്കുകയാണ്. പക്ഷേ ഈ തറ പറ്റിയെങ്കിലും നിനക്ക് ആഗ്രഹം ഉണ്ടാന്ന് ചോദിച്ചു. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. നീ തറ പറ്റി പരാജയപ്പെട്ടെങ്കിലും ഇപ്പോഴും നിനക്ക് ആഗ്രഹമുണ്ടോ? എൻ്റെ അമ്മേ, ഈശോ മാത്രമേ മനുഷ്യരാശിയോട് അങ്ങനെ ചോദിക്കത്തുള്ളൂ. കാര്യം നീ തറ പറ്റി ഇരുന്നാലും നിൻ്റെ സമയമെല്ലാം കഴിഞ്ഞു പോയാലും കർത്താവ് അങ്ങനെ ചോദിച്ചാൽ, കർത്താവിന് ഏത് അവസ്ഥയിലാണെങ്കിലും നിന്നെ വീണ്ടെടുക്കാൻ കഴിയുമെന്ന് തൻ്റെ ഇടമുള്ളവൻ ബോധ്യമുള്ളവനാണ് ചോദിക്കത്തുള്ളൂ. അവനെ ചോദിക്കത്തുള്ളൂ, അവന് മാത്രമേ ചോദിക്കാൻ പറ്റത്തുള്ളൂ. അത് കർത്താവ് യേശു ക്രിസ്തുവാണ്. കൈ അടിച്ച് കർത്താവ് സന്തോഷത്തോടെ എല്ലാ ഉള്ളങ്ങേടയും മെഴുകുപോലിരുന്ന് ഒരുക്കിടണ കല്ല് പോലുള്ള എല്ലാ ഉള്ളങ്ങേളയും മെഴുകുപോലിരുന്ന് ഒരുക്കിടണം. ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ എന്നാത്മമായി കൊണ്ട് നിറയ്ക്കണമേ. ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ എന്നാത്മമായി കൊണ്ട് നിറയ്ക്കണമേ. അപ്പോൾ അത്രയും ദൈന്യമായ അവസ്ഥയിലും ഈശോ പറഞ്ഞ എന്താണ്? ആഗ്രഹം ഉണ്ടായാൽ മതി. നീ ഇപ്പോൾ IELTS ഇപ്പോൾ 16 പ്രാവശ്യം തോറ്റ ആൾക്കാർ സാക്ഷ്യം പറയണില്ലേ? അവരോട് IELTS 16 പ്രാവശ്യം തോറ്റവരെ ഇപ്പോൾ ഈശോൻ്റെ കാലം ഉടമ്പടി ചെയ്തപ്പോൾ ആഗ്രഹമുണ്ടായി. ഉടമ്പടി നിൻ്റെ എല്ലാ ആഗ്രഹങ്ങളെയും ഏത് ഉണക്ക കമ്പനിയൊക്കെ ഔഷധപ്രധാന കയ്യിരിക്കണ ലില്ലിപ്പൂവിനെ പോലെ അങ്ങ് പുഷ്പിക്കും. കൈയടിച്ച് അതാണ് ഈശോ ചോദിക്കുന്നത്. സുഖം പ്രാപിക്കാൻ ഈ ദൈന്യ അവസ്ഥയിലും ഈ തറപറ്റി കിടക്കുന്ന അവസ്ഥയിലും നിനക്ക് ആഗ്രഹമുണ്ടോ? ചോദ്യം അതാ. വെരി സീരിയസ് ക്വസ്റ്റ്യൻ. നീ ആരാധനയിരിക്കുക, ആയിരങ്ങൾ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉടമ്പടി ധ്യാനത്തിൽ നിൻ്റെ ന്യായമായ ആഗ്രഹങ്ങളെ
തറ പറ്റിപ്പോയതിന് കാരണമാക്കിയിട്ടുള്ള സാഹചര്യങ്ങളാണ് നിനക്കുള്ളതെങ്കിലും നീ ആഗ്രഹിക്കുക. വീട്, സ്ഥലം, ജോലി, വിവാഹം, കുഞ്ഞുങ്ങൾ. ശ്രുതിയുടെ ഹല്ലേലൂയ, ശ്രുതിയുടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ശ്രുതിയുടെ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. Praise the Lord. Praise the ആ Lord. 4ാം ക്ലാസ്സിൽ തോറ്റ ആൾ 10ാം ക്ലാസ് പാസ് എഴുതിയെന്ന് പ്രശ്നമില്ല, ഒരു സാക്ഷി ഉണ്ടായിരുന്നു. 4ാം ക്ലാസ്സിൽ തോറ്റ ആൾ 10ാം ക്ലാസ് എഴുതി പാസ്സായെന്ന്. ഈ അടുത്ത കാലത്ത് എഴുതി പാസ്സായത്. ആഗ്രഹമാണത്. 7ാം ക്ലാസ്സുകാരൻ അമേരിക്കയിൽ പോകുന്ന സാക്ഷ്യം പറഞ്ഞില്ലേ ഒരു മാസം മുമ്പ്. 7ാം ക്ലാസ്സാണ് പഠിപ്പുള്ളത്. അപ്പോൾ അവന് ആഗ്രഹം ഉണ്ടായി അമേരിക്കയിൽ പോയി ജോലി ചെയ്യണമെന്ന്. അവനോട് ഉടമ്പടി ചെയ്തു. അവനിപ്പോൾ 8 മാസമായിട്ട് അമേരിക്കയിൽ പോയി ജോലി ചെയ്ത് ശമ്പളം വന്നുകൊണ്ടിരിക്കുക. കടങ്ങളെല്ലാം പരിഹരിച്ച്. ശ്രുതിയുടെ ഹല്ലേലൂയ. അപ്പോൾ അച്ഛൻ തിയറി അല്ല പറയണത്, തിയറി അല്ല, കർത്താവാണ് എല്ലാത്തിനെയും പ്രയോഗത്തിലാക്കുന്നത്. അതിൻ്റെ ഡൈനാമിക് ഫോഴ്സ്, ഡ്രൈവിംഗ് പ്രിൻസിപ്പിൾ എന്താ? ഫെയ്ത്ത്, വിശ്വാസമാണെന്ന് പറയും. അതാണ് ഈശോ ചോദിക്കുന്നത്. അപ്പോഴും അവൻ പറഞ്ഞു, സ്റ്റിൽ ഈശോ എൻ്റെ വൈഫ് എന്നെ ഇട്ടച്ച് പോയി. മേ ബി ഹസ്ബൻഡ് ആയിരിക്കും എന്നെ ഇട്ടച്ച് പോയിരിക്കുന്നത്. നിൻ്റെ മക്കളും പലതരത്തിൽ പറാപറഞ്ഞിലും കഞ്ചാവും അല്ലെങ്കിൽ ശമ്പുവും ഷാജിയൊക്കെ വെച്ച് ഇങ്ങനെ നടക്കുകയാണ്. പ്രാർത്ഥിക്കാൻ പോലും ഇല്ലാത്ത ആരും, ചിലപ്പോൾ നിൻ്റെ കുടുംബത്തിൽ പ്രാർത്ഥിക്കാൻ പോലും ആരുമില്ല. ഇപ്പം ആ മനുഷ്യൻ്റെ അവസ്ഥ അതാണ്. പ്രാർത്ഥിക്കാൻ പോലും ആ വീട്ടിൽ ആരുമില്ല. അയാൾ പോലും പ്രാർത്ഥിച്ചിട്ട് കുറേ നാളായി. പ്രാർത്ഥിക്കാൻ ആ ഇടകെടുത്ത് ആരുമില്ല. പ്രാർത്ഥിക്കാനുള്ളവരൊക്കെ വണ്ടി വിട്ട് പോയി. അയാൾ ഒരു വാക്ക് പറയുമ്പോൾ വളരെ കൃത്യമായിട്ടാണ് പറയുന്നത്. അയാൾ എനിക്കാരുമില്ല, നോബഡി ടു ഈവൻ പ്രേ ഫോർ മീ. എനിക്ക് പ്രാർത്ഥിക്കാൻ പോലും എനിക്ക് ആരുമില്ല, എൻ്റെ വീട്ടിലും ആരുമില്ല, ആർക്കും വിശ്വാസമില്ലെന്ന്. ഒരു അമ്മച്ചി സാക്ഷ്യം പറഞ്ഞില്ലേ, എൻ്റെ മകന് വിശ്വാസമില്ലായിരുന്നെന്ന്. പിന്നെ എന്തിനാണ് പിടിച്ചിരുന്നത് അവർ? അവരുടെ വിശ്വാസത്തിലാണ്. എൻ്റെ അർത്ഥം എന്താ? നിൻ്റെ വീട്ടിൽ ആർക്കും വിശ്വാസമില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. എന്താ? നിനക്ക് വിശ്വാസം ദൈവം തന്നിട്ടുണ്ട്. കൈ അടിച്ച് കർത്താൻ. അപ്പോൾ അവൻ്റെ ആഗ്രഹത്തിൻ്റെ പേരിൽ മാത്രമാണ് ഈശോ അവനെ സുഖപ്പെടുത്തി എഴുന്നേൽപ്പിച്ച് വീട്ടിലോട്ട് വിട്ടതല്ലേ. അതുതന്നെ കൃപാസനത്തിൽ സംഭവിക്കും. കാര്യം നമുക്ക് വേണ്ടി ഒരാൾ കൂടി പ്രാർത്ഥിക്കാനുണ്ട്. അപ്പനില്ലായിരിക്കും ചിലപ്പോൾ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, ചിലപ്പോൾ അമ്മയില്ലായിരിക്കും നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, ചിലപ്പോൾ ഭാര്യ ഇല്ലായിരിക്കും നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, ചിലപ്പോൾ ഭർത്താവ് ഇല്ലായിരിക്കും നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. അതുകൊണ്ട് തന്നെ ഈശോയ്ക്ക് അറിയാമായിരുന്നു ഏതെങ്കിലും കാലഘട്ടങ്ങളിൽ എന്നിൽ വിശ്വസിക്കുന്ന ദൈവ പൈതലിന് വേണ്ടി പ്രാർത്ഥിക്കാൻ അവൻ്റെ അമ്മ ഉണ്ടാവത്തില്ല, അവൻ്റെ അപ്പനുണ്ടാവത്തില്ല, അവൻ്റെ ഭാര്യ ഉണ്ടാവത്തില്ല, അവൻ്റെ മക്കളുണ്ടാവത്തില്ല. അപ്പോൾ നീ ഒറ്റപ്പെട്ടു പോകാതിരിക്കാൻ ഈശോ പറഞ്ഞു, ബിഹോൾഡ് യുവർ മദർ. ഇതാ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എൻ്റെ അമ്മയെ ഞാൻ തരുന്നു. കുടിക്ക് കൈയടിച്ച് പക്ഷേ ആ ബുദ്ധിയും ബോധവും നമുക്കുണ്ടാവണം. ആരാലും എനിക്ക് പ്രാർത്ഥിക്കാനില്ലെങ്കിലും അതെല്ലാം മനസ്സിലാക്കി എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആളെ തന്നിട്ടുണ്ട്. ആരെ തന്ന്? അവൻ്റെ അമ്മയെ തന്നെ തന്നു. കൈ അടിച്ച് കർത്താവ്. ഈ ബുദ്ധിയും ബോധത്തോടും കൂടി വേണം ഉടമ്പടി ചെയ്യാൻ. ഉടമ്പടി ചെയ്യുമ്പോൾ നീ അമ്മയുടെ ഉടമസ്ഥയിലാകും. അമ്മ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അതുകൊണ്ടാണല്ലോ അമ്മ പറയണത്. ആ 2 മാതാപിതാക്കന്മാരെ പറഞ്ഞില്ലേ, മാം പൊക്കോ, മകന് അതിനത് കിട്ടും. അവസാനം പറഞ്ഞ സാക്ഷ്യം കേട്ടില്ലേ? ആ ചേച്ചി പറഞ്ഞേ, നിനക്ക് കിട്ടും. നീ അപ്പോൾ അവന് വിശ്വാസമില്ല, ഞാൻ പോണില്ല 3000 രൂപ പോകും. ഇല്ല നീ പോ, നിനക്ക് കിട്ടും എന്നൊക്കെ പറഞ്ഞാൽ ചേച്ചി ആ അമ്മച്ചി അവനെ ബൂസ്റ്റ് ചെയ്ത് വിടുക. അതുപോലെ ബെത്സൈദ കുളത്തിൻ്റെ കരയിലെ രോഗിക്ക് വേണ്ടി ഈശോ സ്വന്തം നിലയിൽ തന്നെ അവന് വേണ്ടി അവൻ്റെ അവസ്ഥകളെയും ആഗ്രഹങ്ങളെയും മാനിക്കുകയാണ്. അവന് തോന്നിയിട്ടുണ്ടാവും അവൻ്റെ കിടപ്പ് കണ്ടിട്ട്, അവന് ഉള്ളത് ഇല്ല എന്ന് അവൻ പറഞ്ഞില്ലേ? ഇല്ല എന്ന് പറഞ്ഞില്ലേ? ആരില്ലെന്നാ പറഞ്ഞത്? വെള്ളം ഇളകുമ്പോൾ എന്നെ വെള്ളത്തിലേക്ക് ഇറക്കാൻ എനിക്ക് ആരും ഇല്ല എന്ന് പറഞ്ഞു. ഇല്ല എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു കുഴപ്പമെന്നറിയാം, എന്താ ഒരു ഗുണമെന്നറിയാവോ? ഉള്ളതുപോലെ പറയുമ്പോൾ എന്താ പറ്റും? നമ്മൾ എളിമപ്പെടുകയാണ് ആ സംഭവം. അത് നിസ്സാരമല്ല, അനുഗ്രഹത്തിൻ്റെ ഒരു മെക്കാനിസമാണത്. ഉള്ളതുപോലെ പറയണം. ഉള്ളതുപോലെ പറയുമ്പോൾ
ആ മച്ചൊന്ന് പുറത്തേക്ക് കൊണ്ടുപോയിക്കോട്ടെ. യേശു സ്വസ്ഥം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ വശത്തുള്ളതൊന്ന് എഴുന്നേറ്റ് കൊടുത്തേ. ആ വഴിക്കുള്ളതൊന്ന് എഴുന്നേറ്റ് കൊടുത്തേ. ആ വഴിക്കുള്ളതൊന്ന് എഴുന്നേറ്റ് കൊടുത്തേ. ആ വഴിക്കുള്ളവരെ മൊത്തം എഴുന്നേറ്റ് കൊടുക്കുക. ഹല്ലേലൂയ, യേശു സ്വസ്ഥം. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, മഹത്വം. യേശുവേ ആരാധന. അമ്മച്ചനെ മുറിയിലോട്ട് കൊണ്ടുപോയിക്കൊള്ളാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ വലിയ ചൂടിലൊക്കെ അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ആർക്കെങ്കിലുമൊക്കെ ഒരു ബോധക്ഷയം ഉണ്ടായാൽ ഇപ്പോഴൊരപ്പം തന്നെ സഹകരിക്കണം. നമ്മുടെ ധ്യാനകേന്ദ്രം ചെറിയ ധ്യാനകേന്ദ്രമാണ് നമുക്ക്. പക്ഷേ വലിയ ധ്യാനകേന്ദ്രത്തെ കൂടുതൽ ജനങ്ങളെ അമ്മ ഇവിടെ ശുശ്രൂഷിക്കുന്നുണ്ട്. നമുക്ക് കുറച്ച് പരിമിതികളുണ്ട് സ്ഥലത്തിൻ്റെയൊക്കെ. അത് ഞാനായിട്ട് അമ്മയോടൊന്നും പറഞ്ഞിട്ടില്ല. കാര്യം ഇത് എൻ്റെ ധ്യാനകേന്ദ്രമല്ലാത്തതുകൊണ്ട് ഞാനത് പറയത്തുമില്ല. അമ്മ നേരിട്ട് നടത്തുന്ന ധ്യാനകേന്ദ്രമാണ്. അപ്പം അമ്മയ്ക്കറിയാം ഭാവിയും ഭൂതവും വർത്തമാനവും ഒക്കെ. നമ്മൾ ആഗ്രഹിക്കാം നമുക്ക്. പക്ഷേ അമ്മയുടെ കാലങ്ങളിലെല്ലാം അമ്മയുടെ രീതി അനുസരിച്ചുകൊണ്ട് അത് ക്രമീകരിക്കും. ഇതൊരു സമർപ്പണത്തിൻ്റെ ഒരു വർത്തമാനമാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. സ്തുതിയുടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. പ്രൈസ് ദി ലോർഡ്. അപ്പോഴേ ഇതുപോലെ തന്നെ സുവിശേഷത്തിലെ എത്രമേൽ ആഗ്രഹിച്ചാലും, ആഗ്രഹം ഉണ്ടായിട്ട് ചിലർക്ക് ആഗ്രഹം ഉണ്ടായിട്ടൊരു കാര്യമില്ല. അതും ഓർക്കണം നമ്മൾ. അച്ഛൻ ആദ്യം പറഞ്ഞായിരുന്നു, ഒരു മനുഷ്യനോട് ഈശോ എന്താ പറഞ്ഞത്? ഇപ്പോൾ യോഹന്നാൻ 5:7 അയാളോട് എന്താ പറഞ്ഞത്? സുഖം പ്രാപിക്കാൻ നീ ആഗ്രഹിക്കുന്നുവോ? നീ ഉണ്ടെന്നാ ഇല്ലെന്നാ പറഞ്ഞാൽ, നീ ഇല്ലെന്ന് പറയുകയാണെങ്കിൽ ഞാൻ ബാക്കിയുള്ള സമാധാനം ഉണ്ടാക്കാം. ആഗ്രഹം ഉണ്ടായാൽ മതി. അപ്പോൾ അയാൾ പറഞ്ഞു ആഗ്രഹമുണ്ട് പക്ഷെ പരുവമില്ല എന്ന് പറഞ്ഞു. അയാളുള്ള കാര്യം പറഞ്ഞു. ആഗ്രഹമുണ്ട് പക്ഷെ പരുവമില്ല. അപ്പോൾ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ അവൻ്റെ ഒരു അവസ്ഥ പറഞ്ഞില്ലേ? അവസ്ഥ പറഞ്ഞു കഴിഞ്ഞാൽ ഈ അവസ്ഥ അവസ്ഥ പറയുക, അവസ്ഥ പ്രകടിപ്പിക്കുക. ദൈവതിരുസന്നിധിയിൽ ദൈവത്തെ എന്തുണ്ടാകും? ദയ വർക്കൗട്ട് ചെയ്യും. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ ഇല്ലാത്തതുണ്ടെന്നും പറഞ്ഞ് ഒരു പ്രത്യേക ഭാവം കാണിച്ചാൽ അത് ആധ്യാത്മികമായിട്ട് അനുഗ്രഹം താമസിക്കാൻ സാധ്യതയുണ്ട്. ഇല്ലാത്തതുണ്ടെന്ന് പറയത്തില്ലേ? ഇല്ലാത്തതുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളൊരു ഭാവം കാണിച്ചാൽ അത് അഹംഭാവമായിട്ട് വരികയും ആത്മാവ് അകന്നു നിൽക്കുകയും ചെയ്യും. അങ്ങനെ മക്കൾ ഒരിക്കലും ചെയ്യരുത്. ദയ ഒരു വലിയൊരു വിഷയമാണ്. ദൈവത്തിന് നമ്മളോട് തോന്നേണ്ട ഒരു ഏറ്റവും വലിയ ദൈവ തിരുസന്നിധി എൻ്റെ മക്കൾ വരുമ്പോൾ, നിങ്ങൾക്ക് ഇപ്പോൾ ആ ദിവ്യകാരുണ്യ തിരുസന്നിധിയിൽ വരുമ്പോൾ നമുക്ക് തോന്നേണ്ട ഒരു കാര്യമാണ്. എന്താണ്? ദൈവത്തിന് എൻ്റെ നിപ്പും നിലയും കണ്ടിട്ട് ദയ തോന്നണം. ദൈവത്തിന് വേറെ ഒന്നും തോന്നണ്ട, ദയ തോന്നണം. അതുകൊണ്ടാണ് പൗലോസ് പറയണത്, ഇപ്പം പിള്ളേരില്ലേ, പിള്ളേരെ വേണോ? വിവാഹം ഒത്തിട്ടില്ലേ? വിവാഹം ഒക്കണോ? വസ്തു വിറ്റിട്ടില്ലേ? വസ്തു വിൽക്കണോ? കള്ളക്കേസ് അകപ്പെട്ടോ? കേസ് മാറ്റണോ? ജയിലിലായോ? ജാമ്യം വേണോ? ഇങ്ങനെ എല്ലാത്തിൻ്റെയും അടിസ്ഥാനം എന്താണ്? നിങ്ങളുടെ ആഗ്രഹമല്ല, നിങ്ങളുടെ പ്രയത്നവുമല്ല, പിന്നെ എന്താണ്? ദൈവത്തിൻ്റെ ദയയാണെന്ന്. റോമാ 9:16. എല്ലാത്തിൻ്റെയും അടിസ്ഥാനം ദൈവത്തിൻ്റെ ദയയാണെന്ന്. കൈ അടിച്ച് കർത്താൻ ശ്രമിക്കും. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, കർത്താവായ ദൈവമേ
ദൈവമേ, എല്ലാത്തിൻ്റെയും അടിസ്ഥാനമായ ദൈവത്തിൻ്റെ ദയ ലഭിക്കാൻ, ദയ ലഭിക്കുന്ന വിധം എൻ്റെ ജീവിതത്തെ സുവിശേഷ വിഹിതമായി പുനർക്രമീകരിക്കണമേ. ഹല്ലേലൂയ. അപ്പൊ നിങ്ങളോട് ചോദിക്കണം, എന്തിനാ കൃപാസനത്തിൽ വന്നെന്ന് ചോദിച്ചാൽ ഉടനെ പറയണം. എന്ത് പറയണം? ദൈവത്തിന് ദയ ലഭിക്കാൻ സുവിശേഷ വിഹിതമായി എൻ്റെ ജീവിതത്തെ പുനർക്രമീകരിക്കാൻ. കാര്യം ചില സമയത്ത് ദൈവത്തിന് ദയ കിട്ടണ രൂപത്തിൽ ആയിരിക്കത്തില്ല. ചിലപ്പോൾ നമ്മുടെ നിപ്പും നിലയൊക്കെ അറിഞ്ഞുകൊണ്ടായിരിക്കത്തില്ല. ഇപ്പം നമ്മുടെ പൊന്നെല്ലാം പണയം വെച്ച് പോയി, അവനെന്ത് ചെയ്യും? ഒരു 5-10 പവൻ്റെ ഇമിറ്റേഷൻ ഇട്ടുകൊണ്ട് നടക്കും. വല്ല അലർജിയും വരും പെടലിക്ക്. അപ്പോൾ ഇങ്ങനെ കെട്ടിമേച്ചിലൊക്കെ ഒത്തിരി കാണിച്ചാൽ കുറച്ച് കഴിയുമ്പോൾ അത് കാണിക്കണമല്ല, പക്ഷേ അത് നമ്മളത്ര കുറഞ്ഞ പുള്ളിയല്ല എന്ന് ഉള്ള ഒരു ധാരണ മറ്റോട് കൊടുക്കാനാണെങ്കിൽ അത് ലോകാരൂപി വർക്കൗട്ട് ചെയ്യും. ലോകാരൂപി എന്ന സംഭവമുണ്ട്, അത് വർക്കൗട്ട് ചെയ്യും. അത് വർക്കൗട്ട് ചെയ്താൽ പിന്നെ ക്ലാഷ് ഉണ്ടാവും. ക്ലാഷ് ഇല്ലേ, അടിപിടി, അതുണ്ടാവും. അപ്പോൾ ലോകാരൂപി നമ്മളിൽ ഉണ്ടെങ്കിൽ ക്ലാഷ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ക്ലാഷ് ഉണ്ടാക്കണമല്ല, നമ്മളിപ്പോൾ അറിയാമല്ലോ, ഈ കൊല്ലൻ്റെ ആല ചെല്ലുമ്പോൾ തുരുമ്പ് പിടിച്ച് വെട്ടരവ കൊടുത്തു കഴിഞ്ഞാൽ അവൻ എന്നാ ചെയ്യും? അവനെ കറക്കത്തെ കൊണ്ടുവന്ന് പിടിക്കും അല്ലേ? അപ്പോൾ അതിന് തീ ഇങ്ങനെ ചെതറും, ആ തുരുമ്പെല്ലാം പോകും. ലോകാരൂപി തുരുമ്പുള്ള കാരണം ക്ലാഷ് ഉണ്ടാകും. ഇപ്പം അപ്പോസ്തലന്മാർക്ക് തുരുമ്പുണ്ടായിരുന്നു. ആർക്കാണ്? നമ്മുടെ യോഹന്നാനും യാക്കോബിനും ഇത്തിരി തുരുമ്പുണ്ടായിരുന്നു, ഇത്തിരി ലോകാരൂപി ഉണ്ടായിരുന്നു. അപ്പോൾ കർത്താവ് പറഞ്ഞു, ആ കൊല്ലൻ്റെ ആലയിലൊന്ന് പോയിട്ട് വരാൻ പറഞ്ഞു. കൊല്ലൻ്റെ ആലയല്ല, എവിടെ പോകാൻ? അല്ലെന്ന്, ഞാൻ ജെറുസലേമിലേക്ക് പോവുകയാണ്, നിങ്ങൾ പോയി എനിക്ക് വേണ്ടി നമുക്ക് രാത്രി കിടക്കാനുള്ള വീടൊന്ന് സെറ്റ് ചെയ്യാൻ. കൊല്ലൻ്റെ ആലയെ പറഞ്ഞു വിട്ടിരിക്കുകയാണ്. അവിടെ ചെന്നപ്പോൾ സമരക്കാർ വഴുകുകയും വടിവാളും അവിടെ നിൽക്കണം. എവിടെ പോ അപ്പോൾ പറഞ്ഞു, ജെറുസലേമിൽ ഞങ്ങളുടെ ഗുരു വെള്ളം വീഞ്ഞാക്കിയ ആൾ, അന്തിന് സുഖപ്പെടുത്തിയ ആൾ, കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തിയ ആൾ, കടലിൽ നടന്ന ആൾ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. പൊടാളെന്നു പറഞ്ഞു. ഇവനെയൊക്കെ ഇങ്ങനെ അത്ഭുതങ്ങൾ കണ്ട് ഈഗോ ആയിപ്പോയി. അപ്പോൾ ഈഗോ ആയപ്പോൾ ഇപ്പോൾ ആധ്യാത്മികതയിലും ചിലപ്പോൾ ഈഗോ വരും. അപ്പോൾ തുരുമ്പ് കയറിപ്പോയി, ലോകാരൂപി കയറിപ്പോയി. അപ്പോൾ ഈ കർത്താവ് മനസ്സിലായി ലോകാരൂപി കയറിയെങ്കിൽ. ലോകാരൂപി കയറിക്കൊണ്ട് പറഞ്ഞ് കുഴപ്പമില്ല, ഇനി എൻ്റെ കൂടെ നടക്കണമെങ്കിൽ ആ ലോകാരൂപിയൊക്കെ ഒന്ന് കുറച്ച് നടക്കണം, നല്ലതായിരിക്കും. കൊല്ലൻ്റെ ആലയിലോട്ടൊന്ന് പോയി കളാൻ പറഞ്ഞു. സമരക്കാരുടെ വീടായിരുന്നു കൊല്ലൻ്റെ ആല. അത് നമുക്ക് നിൻ്റെ കൈയും കാലും വിട്ടുള്ളൂ എന്ന് പറഞ്ഞ്. അപ്പോഴുടനെ അപ്പോൾ തങ്ങൾ ഷൂ ആയിപ്പോയി. ചില സമയത്ത് നമ്മൾ ഷൂ ആയി പോകത്തില്ലേ? ചിലപ്പോൾ നാത്തുമാരോട് സംസാരിക്കുമ്പോഴും അല്ല അമ്മായിയമ്മയോട് സംസാരിക്കുമ്പോഴും അയൽവാസികളോട് സംസാരിക്കുമ്പോൾ ചിലപ്പോൾ ഷൂ ആകത്തില്ലേ? അപ്പോൾ അവളൊക്കെ വെച്ചിട്ടുണ്ട്, ഞാൻ വെച്ചിട്ടുണ്ടൊക്കെ വരട്ടെ, എന്നെ അത്ര കൊച്ചാക്കാരനെ കൊള്ളത്തില്ല എന്നൊക്കെ പറയത്തില്ലേ? അത് ചുമ്മാ തുരുമ്പ, മിണ്ടണ്ട, പൊട്ടി മിണ്ടരുത്. അതായത് കർത്താവിൻ്റെ ക്ലാഷ് ചെയ്തിരിക്കുകയാണ്. എന്നിൽ ഇത്തിരി തുരുമ്പുണ്ട്, ഇത്തിരി ഈഗോ ഉണ്ട്, ഇത്തിരി ലോകാരൂപിയുണ്ട്. ഇത് ദൈവത്തിൻ്റെ ദയ കിട്ടണതിനെതിരാണ്. അതാ പ്രശ്നം. എന്തെങ്കിലും ക്ലാഷ് ഉണ്ടാക്കണേ, ക്ലാഷ് ഉണ്ടാകും. കർത്താവ് പറഞ്ഞല്ല ക്ലാഷ് ഉണ്ടാകണമെന്ന് പറഞ്ഞില്ലേ? ക്ലാഷ് ഉണ്ടാകണമെന്ന് ഈശോ പറഞ്ഞല്ല. സമാധാനമല്ല ഭിന്നത ഉളവാക്കാനാണ് ഞാൻ. അപ്പോൾ അപ്പോൾ ഈ മത്തായി 12 പറയുന്ന ഭിന്നത ഉളവാക്കാനാണ് ഞാൻ. അപ്പോൾ ഭിന്നത എന്ന് പറയുന്നത് എന്താ? ക്ലാഷ് അല്ലേ? അപ്പോൾ ഭിന്നത ഉളവാക്കാനാണെന്ന് പറയുമ്പോൾ ഈശോ തന്നെ ഉളവാക്കുമല്ലോ ചില ഭിന്നതയെന്ന് പഠിക്കണം. ഭിന്നതയെന്ന് പഠിക്കണം ചില കാര്യങ്ങൾ. കാര്യം ഭിന്നത ഉണ്ടായി, വീട്ടിൽ വഴക്കുണ്ട്, കൊച്ചാപ്പനും വലിയപ്പനും കൂടി വഴക്കാണ്, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ തന്നെ വഴക്കാണെന്നല്ല പറയേണ്ടത്. ചില സമയത്ത് എൻ്റെ അച്ഛൻ ഒരു സമാധാനമില്ല, എപ്പോൾ നോക്കിയാലും വഴക്കാണ്. ചില വഴക്കുകൾ ഉണ്ടാകണം ശരിക്കും. എബ്രഹാം ലോത്തും കൂടി ഒരുമിച്ച് താമസിക്കില്ലായിരുന്നോ? കുറച്ച് കഴിഞ്ഞപ്പോൾ ദൈവം പറഞ്ഞു, എടാ ഈ വിശ്വാസമില്ലാത്തവരോട് താമസിച്ചാൽ നിൻ്റെ വിശ്വാസം കൂടി പോകും, അതിന് വണ്ടി പിടിക്കണമല്ലെന്ന് പറഞ്ഞു. അപ്പോൾ എബ്രഹാം പറഞ്ഞു, ഞാനിവിടെ പോകാൻ, എൻ്റെ സഹോദരൻ്റെ മകനല്ലേ ലോത്ത്, അവൻ നീ സഹോദര സ്നേഹം പഠിപ്പിച്ചിരിപ്പോൾ ഞാൻ അവനെ തള്ളിക്കളയാൻ പറയണ, അതെങ്ങനെ ശരിയാകുമെന്ന് ലോത്ത്. എബ്രഹാമാണെ കൊന്നെന്ന് പറഞ്ഞാൽ ലോത്തിനെ കളയത്തില്ല. ലോത്തെന്ന് പറഞ്ഞാൽ എല്ലാ പരിപാടിയും പുള്ളിയിലുണ്ട്. കൊള്ളാവുന്ന ബ്ലേഡ് കമ്പനിയ, വ്യഭിചാരവ, ഈ ബാറ, എല്ലാ പരിപാടിയും പുള്ളിയുടെ കയ്യിലുണ്ട്. ലോത്തിൻ്റെ അത്ര ലോത്താണ്. അപ്പോൾ ലോത്തിനും എബ്രഹാം ഒരുമിച്ച് പോകാൻ ദൈവത്തിന് ഇഷ്ടമില്ല.
പണ്ടാരം പിടിക്കാൻ എബ്രാഹിം വന്നിട്ട് ലോത്തിൻ്റെ തോളെ കൈയിട്ടിരിക്കുകയാണ്, വിടത്തുമില്ല. അവസാനം ഒരു അടി വെച്ച് ദൈവം എബ്രാഹിം നോക്കിയപ്പോൾ അടി പിടി 2 തെറിയൊക്കെ കേൾക്കണപ്പോൾ ദൈവമേ ഇവിടെ ഒരു തെറിയക്കട എവിടെയാണെന്ന് എബ്രാഹിം കട്ടൻ നോക്കിയപ്പോൾ ലോത്തിൻ്റെ ആൾക്കാർ തമ്മിൽ തെറി വിളിക്ക്, അമ്മക്ക് ബുദ്ധിക്കൊക്കെ വിളിക്ക്. അപ്പോൾ എബ്രാഹിം പറഞ്ഞു, എടാ ഇപ്പം സംസാരിക്ക്. ലോത്ത് കോൾ. ആരെ വിളിച്ച്? എബ്രാഹിം വിളിച്ച്. അവിടെ എന്താണ് നടക്കുന്നത്? പിന്നെ ഒരു കാര്യം പറയാം, നമ്മൾ തമ്മിൽ സഹോദരങ്ങളാണ്, നമ്മൾ തമ്മിൽ വഴക്കുണ്ടാകാൻ പറ്റത്തില്ല, നമുക്ക് പിരിയാം. ജോർദാൻ നിൻ്റെ മുമ്പിലുണ്ട്, നീ ഇടത്തോട്ട് പോയാൽ ഞാൻ വലത്തോട്ട് പോകാം, നീ വലത്തോട്ട് പോയാൽ ഞാൻ ഇടത്തോട്ട് പോകാം. കാര്യം എങ്ങോട്ട് പോയാലും എൻ്റെ ദൈവം എൻ്റെ കൂടെ, അതാണ് എൻ്റെ ലാഭം. കൈ അടിച്ച് കർത്താവ്. നമ്മൾ ഉൽപ്പത്തി 13:9 വായിക്കുമ്പോഴേ ക്ലാഷ് കാണാം. ഉൽപ്പത്തി 13:9. അപ്പം ചില ക്ലാസ്സൊക്കെ ഉണ്ടാകട്ടെ, ചില ഭിന്നത ഉണ്ടാവട്ടെ. ഭിന്നത ഉണ്ടാകണമെന്ന നിങ്ങളെ യേശുവിനെ മാറ്റി നിർത്തിക്കൊണ്ട് ലോകാരൂപിയെ പരിപോഷിപ്പിച്ചുകൊണ്ട് ഒരു സമാധാനം ഈശോ ഉദ്ദേശിക്കുന്നില്ല. നിൻ്റെ ദുഷ്ടാരൂപിയെയും നിൻ്റെ ലോകാരൂപിയെയും പരിപോഷിപ്പിച്ചുകൊണ്ട് ഹി ക്യാൻ നോട്ട് ലീവ് വിത്ത് യു. കർത്താവിന് നിൻ്റെ കൂടെ ജീവിക്കാനാവില്ല. അതുകൊണ്ട് ദൈവത്തിന് നിൻ്റെ കൂടെ ജീവിക്കാനാകുമ്പോൾ നിന്നിലുള്ള ലോകാരൂപിയെ, നിൻ്റെ കൂടെയുള്ള ലോകാരൂപിയെ ഈശോ മാറ്റിക്കളയും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. ചില ഭിന്നതയൊക്കെ ഉണ്ടാകുമ്പോൾ പ്രയാസപ്പെടേണ്ട കാര്യമില്ല. അയ്യോ എന്തുമാത്രം പ്രാർത്ഥിച്ചു, എന്നിട്ട് ഇവിടെ നിന്ന് വഴക്ക് മാറണില്ലല്ലോ എന്നല്ല. വഴക്കെവിടെ വരുന്നത്? അരൂപികൾ തമ്മിലാണ്. അതുകൊണ്ടാണ് യോഹന്നാൻ വന്ന് പറയും കർത്താവിനോട്, കർത്താവേ അവന്മാരും ഞങ്ങളെ കൊച്ചാക്കി, നിൻ്റെയും തോന്നിവാസം പറഞ്ഞു. അവന്മാർ ജീവിച്ചിരിക്കാൻ അർഹതയില്ല, ജീവിക്കേണ്ട ദൈവത്തിനോടാണ് അവന്മാർ തോന്നിവാസം പറഞ്ഞിരിക്കണം. പിശാച് അങ്ങനെ ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് അവന്മാരെ കത്തിച്ച് കളയണം, സുഗന്ധ അഗ്നി ഇറക്കി അവരെ നശിപ്പിച്ച് കളയാൻ ഞങ്ങൾ കൽപ്പിക്കട്ടെ എന്ന് ചോദിച്ചു. ലൂക്ക 9:55. അപ്പോൾ ഈശോ പറഞ്ഞു, ഇതിനു വേണ്ടി ഞാൻ കൊല്ലൻ്റെ ആലിലോട്ട് വിട്ടത്. എന്താ കാര്യം? ഇത്തിരി തിരുമ്പുണ്ട്, ഇത്തിരി തുരുമ്പുണ്ട്. എന്തരൂപിയാണ് നിങ്ങൾക്കുള്ളതെന്ന് നിങ്ങൾക്ക് തന്നെ അറിയത്തില്ല. അരൂപി എന്താ? ലോകാരൂപിയുടെ അരൂപിയാണ്. കൊമ്പത്തെ ആളാണെന്നുള്ള ഒരു അഹംഭാവത്തിലാണ് അവൻ്റെ അടുത്ത് ചെന്ന് പണിയും മേടിച്ച് പോകുന്നത്. അപ്പോൾ ഈ കൊമ്പത്തെ ആളായിട്ട് അഹങ്കരിച്ച് നടന്ന ഉടമ്പടിയിൽ കുറച്ച് പണിയുണ്ടാവും. അതിന് കർത്താവ് ചെറിയൊരു ക്ലാഷ് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് പറയാമെന്ന് പറയും, കുറച്ച് ഭിന്നത. അപ്പോൾ ഈ ഉടമ്പടി കാലത്ത് എന്തെങ്കിലും തരത്തിലുള്ള ക്ലാഷ് ഉണ്ടെങ്കിൽ നീ അതെപ്പോഴും മനസ്സിലാക്കണം. എന്ത് ഭിന്നത ഉണ്ടായാലും എന്നിൽ അതിന് കാരണമായ ലോകാരൂപിയുണ്ടോ, എന്നിൽ അതിന് കാരണമായ ദുഷ്ടാരൂപിയുണ്ടോ എങ്കിൽ അത് മാറ്റിക്കളയാനുള്ള ദൈവത്തിൻ്റെ നടപടിയാണ് ഇപ്പോൾ വന്നിരിക്കണമെന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, എന്നിലുള്ള ലോകാരൂപിയെ, എന്നിലുള്ള ദുഷ്ടാരൂപിയെ ശുദ്ധീകരിക്കാൻ കർത്താവേ, ഇടക്കിടക്ക് ചില ഭിന്നത ഉണ്ടാകുമ്പോഴേ മനസ്സമാധാനത്തോടെ ആധ്യാത്മികമായി അതിനെ വിലയിരുത്താൻ, ദൈവത്തിന്റെ മനസ്സ് ഗ്രഹിക്കാൻ, അതിൽ നിന്ന് വിശുദ്ധി സമ്പാദിക്കാൻ എന്നെ സഹായിക്കണമേ. അപ്പോൾ നമ്മുടെ വിഷയം എന്താ? ദൈവത്തിൻ്റെ ദയയാണല്ലേ വിഷയം. ദൈവത്തിൻ്റെ ദയ ലഭിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്ന ആധ്യാത്മിക സാഹചര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത്. മനസ്സിലാകുന്നുണ്ടോ? ദൈവത്തിൻ്റെ ദയ നമുക്ക് ലഭിക്കാൻ ചില ആധ്യാത്മികമായ തടസ്സങ്ങളോ പരുവക്കേടുകളോ ഉണ്ടാകും. അതാണ് ഇപ്പോൾ പറഞ്ഞത്. എന്താണത്? അഹങ്കാരമോ ലോകാരൂപിയോ ദുഷ്ടാരൂപിയോ ആകും. ഈ ഒരു സംഭവത്തിനെ മാറ്റാൻ വേണ്ടി നമുക്കറിയാമല്ലോ, ഇത് വരുമ്പോൾ ദൈവം ഇങ്ങനെ വികർഷിക്കും. ആകർഷിക്കുന്നതിന് പകരം ശ്രദ്ധിക്കണം മക്കളെ, ദൈവം വികർഷിക്കും, അകന്നു പോകും നമ്മൾ. ലോകാരൂപിയും ദുഷ്ടാരൂപിയും നിനക്കുണ്ടെങ്കിൽ എന്ത് പറ്റും? ദൈവം വികർഷിച്ച് മാറും, ദൈവാരൂപി വികർഷിച്ച് മാറും. അതുകൊണ്ട് ഈശോ എന്താ പറഞ്ഞത്? ഈ ആത്മാവിനെ സ്വീകരിക്കാൻ ലോകത്തിന് പറ്റത്തില്ല, ഇല്ലേ? 14:17 യോഹന്നാൻ എന്താ പറഞ്ഞത്? ഈ ആത്മാവിനെ സ്വീകരിക്കാൻ ലോകത്തിന് പറ്റത്തില്ല. ദൈവം ഇങ്ങനെ അകന്നു പോകുന്നു, ശരിക്കും അകന്നു പോകും ദൈവത്തിൽ നിന്ന്. ദൈവം അകന്നു പോകുന്നതിൻ്റെ ഒരു സാഹചര്യം എന്താ? ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നതിൻ്റെ സാഹചര്യം എന്താണെന്ന് അറിയണമെങ്കിൽ ദൈവത്തിലേക്ക് അടുത്തു വന്ന സാഹചര്യം എന്താണെന്ന് നമ്മൾ അറിയണം. പറഞ്ഞ മനസ്സിലായ? ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന ഞാൻ പറഞ്ഞില്ലേ, ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന സാഹചര്യം എന്താണെന്ന് നമ്മൾ അറിയണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ എന്ത് പറയണം? ദൈവത്തിലേക്ക് അടുത്ത് വരുന്ന സാഹചര്യം എന്താണെന്ന് നമ്മൾ അറിയണം.
ദൈവത്തിലേക്ക് അടുത്ത് വരുന്ന സാഹചര്യം എന്താ? ആകർഷണം. എന്താണ്? ദൈവത്തിന് ആകർഷണം ഉണ്ടാകും നമ്മളോടൊക്കെ. ഉടമ്പടി കഴിഞ്ഞതേ ഒരു ചേച്ചി പറഞ്ഞു കേട്ടില്ലേ, ഞങ്ങൾ വിശുദ്ധിയോടെയാണ് ജീവിക്കണതെന്ന്. പ്രൈസ് ദി ലോർഡ്. അതൊക്കെ എന്തൊരു ഇടിവെട്ട് സാക്ഷ്യമാണെന്നറിയാമോ? ഉടമ്പടി കഴിഞ്ഞ് ഞങ്ങൾ വിശുദ്ധിയോടെയാണ് ജീവിക്കണതെന്നാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? ആകർഷണം വരും. അപ്പോൾ ഉടമ്പടി എന്താ? വിശ്വാസിയെ വേദസാക്ഷിയാക്കും. വിശ്വാസിയെ 1 മാസം കൊണ്ട് വേദസാക്ഷിയാക്കും. ഇത് അമ്മ തന്ന ഒരു ദാനമാണ്. ശരിക്കും നിങ്ങൾ ബുദ്ധിപൂർവ്വം ആലോചിച്ച് പുനഃക്രമീകരിക്കേണ്ടി വരും. എന്നാൽ പിന്നെ സംഗതിയെല്ലാം എളുപ്പമാവും. ഇപ്പോഴെന്താ പറയണത്? ദൈവത്തിന് നമ്മളിലേക്ക് നിന്ന് അകന്നു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അകന്നു പോകുന്ന കാര്യങ്ങൾ അറിയണമെങ്കിൽ എന്ത് ചെയ്യണമെന്നാണ് പറയണത്? ദൈവം അടുത്ത് വരുന്ന സാഹചര്യങ്ങൾ അറിയണം. ദൈവത്തിന് അടുത്ത് വരുന്ന സാഹചര്യത്തിൽ എന്താ പറയണത്? ആകർഷണം. അതാരാണ് ആകർഷിക്കേണ്ടത്? പിതാവ്. പിതാവ് എന്താ ആകർഷിക്കണത്? ഈശോ എന്താ പറഞ്ഞത്? എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ആർക്കും എൻ്റെ അടുത്ത് വരാനാവില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം ആകർഷണം എന്ന സംഭവം ഉണ്ടല്ലേ? ഉറപ്പല്ലേ? ആരാണ് ആകർഷിക്കണത്? പിതാവ്. അതാണ് യോഹന്നാൻ 6:44. ആകർഷണമുണ്ട്. എൻ്റെ ദൈവത്തെ ഉടമ്പടി ചെയ്താലും ഉടമ്പടി ആക്ടിവേറ്റ് ചെയ്യാൻ ഒരു ആകർഷണം ഉണ്ടാകണം. ദൈവത്തെ നിന്നെ കാണുമ്പോൾ ഒരു ആകർഷണം ഉണ്ടാകണം. കാര്യം ഇത് ഈശോ മാത്രം പറഞ്ഞ ഒരു കാര്യമല്ല. ഈശോ ഉത്ഥാനം കഴിഞ്ഞ ശേഷം അപ്പോസ്തലന്മാരും പറഞ്ഞിട്ടുണ്ട്, ആകർഷണത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഈശോ മാത്രം പറഞ്ഞതല്ല. ഈശോയുടെ കാലം കഴിഞ്ഞപ്പോൾ അപ്പോസ്തലന്മാരും പറഞ്ഞു ദൈവത്തിലെ ആകർഷണമുണ്ട് കേട്ടോ. ഏത് ഉടമ്പടി ചെയ്താലും എന്തെല്ലാം ചെയ്താലും ദൈവത്തിനൊരു ആകർഷണം തോന്നണം നിന്നോട്. അതിന് യാക്കോബ് എന്താ പറഞ്ഞത്? ദൈവം നമ്മുടെ ആത്മാവിനെ അസൂയയോടെ അഭിലഷിച്ചു കൊണ്ടിരിക്കണമെന്ന്. 4:5 യാക്കോബ് 4:5 എന്ന് പറഞ്ഞ ദൈവം നമ്മുടെ ആത്മാവിനെ അസൂയയോടെ അഭിലഷിച്ചു കൊണ്ടിരിക്കണമെന്ന്. എന്നാൽ പിന്നെ കാര്യം എളുപ്പമാകും. ദൈവം അങ്ങോട്ട് നമ്മൾ അഭിലഷിക്കാൻ തുടങ്ങിയാൽ അപ്പം പിന്നെ അടുത്ത ചോദ്യം വരും, ദൈവത്തിന് എങ്ങനെ നമ്മളെ ആകർഷിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തിന് നമ്മളോട് അഭിലാഷം തോന്നാൻ നമ്മൾ എന്ത് ചെയ്യണം? ഇല്ലേ? ചോദ്യമല്ലേ? പഠിച്ചോ? ദൈവത്തിന് നമ്മുടെ ആകർഷണം തോന്നാൻ നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തിന് നമ്മുടെ അഭിലാഷം തോന്നാൻ നമ്മൾ എന്ത് ചെയ്യണം? കർത്താവ് എന്താ പറഞ്ഞത്? ദൈവം ഈ യാക്കോബ് ഇങ്ങനെ പറഞ്ഞു. എന്താ പറഞ്ഞത്? 4:5 അതിലെന്താ പറഞ്ഞത്? നമ്മുടെ ആത്മാവിനെ അവൻ അസൂയയോടെ അഭിലഷിച്ചുകൊണ്ടിരിക്കണോ? എങ്ങനെയാണ് ഈ അഭിലാഷം ഉണ്ടായത്? ദൈവം വിനയമുള്ളവർക്ക് തൻ്റെ കൃപ കൊടുക്കുന്നു. യാക്കോബ് 4:6. അടുത്ത വചനം എന്താ പറയണത്? ദൈവം എങ്ങനെ ആകർഷിക്കുന്നു, ദൈവം എങ്ങനെ അഭിലഷിക്കുന്നു? പക്ഷേ കാരണം എന്താണ്? ദൈവം എന്ത് ചെയ്യും? ദൈവം വിനയമുള്ളവർക്ക് തൻ്റെ കൃപ കൊടുക്കുന്നു. കൃപ എന്ന് പറഞ്ഞാൽ എന്താ? ദൈവാംശമാണ്. അപ്പം ദൈവാംശം ഉണ്ടായാൽ, ദൈവത്തിൻ്റെ അംശം നമ്മളുണ്ടായാൽ ഓട്ടോമാറ്റിക്കായിട്ട് ആകർഷണം ഉണ്ടാകും. അനുഗ്രഹമല്ല, കൃപ എന്ന് പറയുന്നത് എന്താ? ദൈവാംശം തന്നെയാണ്, ദൈവത്തിൻ്റെ ശക്തി തന്നെയാണ്. അതെങ്ങനെ നമുക്ക് ലഭിക്കണത്? ദൈവം വിനയമുള്ളവർക്ക് തൻ്റെ കൃപ കൊടുക്കുന്നു. അപ്പോൾ വിനയം ഒരു ദൈവത്തിൻ്റെ ദയ നമ്മോട് തോന്നിക്കാൻ ഫണ്ടമെൻ്റായിട്ട് നമുക്കുണ്ടാകേണ്ടത് എന്താണ്? വിനയം. ശ്രദ്ധിക്കണം മക്കളെ, പഠിക്കണം. ഇതിൻ്റെ അനുഗ്രഹത്തിൻ്റെ ഒരു മെക്കാനിസമാണ്. വിനയം ഉണ്ടായാൽ നമ്മളിത് കളി അറിയാൻ പാടില്ല. അത് നമ്മൾ എങ്ങനെ ഇടിച്ചിട്ടും കാര്യമില്ല. ഇതിൻ്റെ കറക്റ്റ് റൂട്ട് അറിയണം. റൂട്ട് അറിഞ്ഞാൽ പിന്നെ എന്താ പ്രശ്നം? പെട്ടെന്നാണ് കാര്യങ്ങൾ. നമുക്ക് പിന്നെ എളുപ്പമാണ്. പിന്നെ ഉണ്ടാകുന്ന ക്ലാഷ് ഭിന്നതയെല്ലാം എന്താ? കർത്താവെ എന്നെ വിനയപ്പെടുത്താൻ വേണ്ടിയാണ്. എൻ്റെ കയ്യിൽ കുറച്ച് മുൻകോപം ഉണ്ടായിരുന്നു, എൻ്റെ കയ്യിൽ കുറച്ച് അഹങ്കാരം ഉണ്ടായിരുന്നു, എൻ്റെ കയ്യിൽ കുറച്ച് തന്നിഷ്ടം ഉണ്ടായിരുന്നു, എൻ്റെ കയ്യിൽ കുറച്ച് തോന്നിയാസം ഉണ്ടായി. ഇപ്പം ശരിയായി. അതൊരു അബദ്ധം പറ്റിയ. പണ്ട് പോലെ അങ്ങനെയുള്ള സ്വഭാവക്കാരനായിരുന്നു എന്ന് പറയുമ്പോൾ ആ സ്വഭാവം വെച്ചുകൊണ്ട് നിന്നെ ഹെൽപ്പ് ചെയ്യാൻ ദൈവത്തിന് പറ്റത്തില്ല. അതുകൊണ്ട് നിന്നെ എളിമപ്പെടുത്തും. നിയമാവർത്തനം 8:3 പറയുന്നത് എന്താ? അവിടെ നിങ്ങളെ മരുഭൂമിയിൽ വിട്ടത് എളിമപ്പെടുത്താനാണ്. എന്തിനാണ്? ദൈവത്തിനെ കൊണ്ടാണ് ജീവിക്കണമെന്ന് പറയാൻ വേണ്ടിയാണെന്ന്. ദൈവത്തിനെ കൊണ്ടാണ് ജീവിക്കണമെന്ന് പറയാൻ വേണ്ടിയാണെന്ന്. ദൈവത്തിനെ കൊണ്ട് ജീവിച്ചാൽ
7ാം ക്ലാസ് ആണെങ്കിലും നമുക്ക് അമേരിക്ക പോകാൻ പറ്റുമോ? ദൈവത്തിനെ കൊണ്ടാണ് ജീവിക്കണത് നമുക്ക്. അതായത് അതാണ് ഈശോ ചോദിക്കണത്. അപ്പം ഞാൻ ഏറ്റവും ലീസ്റ്റായുള്ള കേസ് പറഞ്ഞതാണ്. അതായത് ഇവിടെ നിനക്കാഗ്രഹം എന്താ? നീ വിനയപ്പെട്ട് നീ ദൈവത്തിൽ ദൈവത്തിൻ്റെ നീ വിനയപ്പെട്ട് ഇനി നിൻ്റെ ഭൗതിക സാഹചര്യം മെച്ചപ്പെടാൻ വേണ്ടി നീ ഒന്ന് ആഗ്രഹിച്ചാൽ കൃപാസനം പത്രം ഒരു 5 മാസത്തതൊന്ന് ഇട്ട് നോക്കിയാൽ മതി. 1 സെൻറ്റ് ഭൂമി നീ ഒരു കാല് കുത്താൻ ഇടവില്ലാത്ത ആൾക്കാരൊക്കെ സ്ഥലവും വാങ്ങിച്ച് വീടും വെപ്പിച്ച് ദൈവം താമസിപ്പിക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ താമസിക്കുമ്പോൾ എപ്പോഴും ഓർക്കേണ്ട കാര്യം ഇതാണ്. അതായത് 1 സെക്കൻഡ് മതി നിൻ്റെ ജീവിതം ദൈവം മാറ്റിക്കളയാൻ. പക്ഷേ നീ ദൈവം മാറ്റിക്കഴിഞ്ഞാൽ പഴയ ലോകാരൂപ്യം ദുഷ്ടാരൂപ്യം തന്നെയാണ് നിനക്ക് 2 നില വീടിൻ്റെ അകത്ത് താമസിച്ചിട്ട് ഉള്ളതെന്നുണ്ടെങ്കിൽ പതുക്കെ സമാധാനം പോകാൻ തുടങ്ങും. എന്താ കാര്യം? കല്ലുങ്കുമായത്തോടെ ഒന്നും ചെയ്തില്ലെങ്കിലും ആ വീട്ടിൽ സമാധാനം ഇല്ലാണ്ടാ ജീവിക്കണം. എങ്ങനെയാണ്? അപ്പം നീ എളിമപ്പെടേണ്ടി വരും. പ്രാർത്ഥിക്കുക. കർത്താവ് ദൈവമേ, കർത്താവായ ദൈവമേ, എന്നെ വിനയപ്പെടുത്തണമേ. നിന്റെ കൃപ നഷ്ടപ്പെട്ടു പോവാതിരിക്കാൻ എന്നെ പരുവപ്പെടുത്തണമേ. അപ്പൊ പരുവപ്പെടുത്തേണ്ടി വരുമ്പോൾ ഇടക്കിടക്ക് കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. വളരെ സമാധാനമായി ജീവിച്ച, വളരെ സന്തോഷത്തോടെ ജീവിച്ച ഒരു മനുഷ്യനുണ്ടായിരുന്നു, ഇല്ലേ? വളരെ സമാധാനമായി ജീവിച്ച ഒരു മനുഷ്യൻ ബൈബിളുണ്ടായിരുന്നു. ഒത്തിരി സന്തോഷത്തോടെ ജീവിച്ചൊരു മനുഷ്യനുണ്ടായിരുന്നു. അയാളോട് ദൈവം ഒരിക്കൽ ഒരു കാര്യം പറഞ്ഞു. എന്താ? ഞങ്ങൾക്കും നിങ്ങൾക്കും ഇടയിലുള്ളത് മഹാഗർത്തമാണല്ലോ എന്ന്. പ്രൈസ് ദി ലോർഡ്. ആരാണത്? അബ്രഹാമും ലാസറും. വളരെ സമാധാനം, ഒരു ക്ലാഷുമില്ല, ഭിന്നതയുമില്ല, പോലീസ് വഴക്കുമില്ല, കുടുംബസമാധാനമൊക്കെ ഇല്ല, ഒരു കുഴപ്പമില്ലാത്ത കുടുംബസമാധാനക്കുറവില്ല അയാൾക്ക്. എന്താ കുഴപ്പം? ബൈബിളിലെ ധനവാൻ സമാധാനമുള്ളവനാണ്, കുടുംബസമാധാനമുള്ള മനുഷ്യനാണ്. 5 സഹോദരന്മാരുണ്ട് അയാൾക്ക്. ചത്ത് കിടന്നിന് നരകത്തിൽ പോയിട്ടും സഹോദരന്മാരെക്കുറിച്ച് അയാൾക്ക് ചിന്തയുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? നാട്ടിൽ ജീവിക്കുന്ന സമയത്ത് നല്ല മനുഷ്യപ്പറ്റും സഹോദരന്മാരോട് കൃപയുണ്ടായിരുന്ന ആളാണ്. കർത്താവ് പറഞ്ഞ് സഹോദരന്മാരെ തന്നെ സ്നേഹിച്ചിട്ട് വലിയ കഥ ഒന്നും ഇല്ലെന്ന് പറഞ്ഞ അവസാനം. ആ കഥ വളരെ മോശമാണ്. ഇപ്പം ചില ആൾക്കാർ പറയണത് എന്താ? നമ്മൾ 5 സഹോദരങ്ങൾ, ബന്ധുക്കൾ, സ്വന്തപ്പെട്ടവർ, നിങ്ങൾ കുടുംബ യൂണിറ്റും കുടുംബയോഗമൊക്കെ കൂടി വലിയ ആർഭാടമായിട്ട് എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ അങ്ങോട്ട് വിളിച്ച് പറഞ്ഞ് ആന കൂന് നമുക്ക് അവരുണ്ട് ഇവരുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർക്ക് പോലീസ് സ്വാധീനമുണ്ട്, അവർക്ക് ആ വട സ്വാധീനമുണ്ട്, സർക്കാർ സ്വാധീനമുണ്ട്. വെറുതെ കടലാസ് പരിപാടി, എല്ലാം കടലാസ് പരിപാടിയാണ്. നിങ്ങൾക്ക് ആരോ ഉണ്ട് ആനയുടെ കൂനലെന്നൊക്കെ പറഞ്ഞാൽ എപ്പോഴായാലും 8ൻ്റെ പണി കിട്ടാൻ സാധ്യതയുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഉണ്ടാകുന്ന പ്രശ്നത്തിൽ ഇവരാർക്കും നിങ്ങൾ താങ്ങാൻ പറ്റത്തില്ല. താങ്ങാൻ പറ്റാതെ ഒരുത്തം വന്ന് കിടപ്പുണ്ട് ഇവിടെ. എവിടെയാണ്? നരകത്തി. അയാൾ പറയണേ, കർത്താവ് പറഞ്ഞ് ഇപ്പം ആഗ്രഹം ഉണ്ടായിട്ട് കാര്യമില്ല, ഇത്തിരി താമസിച്ചു പോയി. ഭൂമിയിൽ ജീവിക്കണ കാലത്ത് അവസാന നിമിഷമാണെങ്കിൽ ആഗ്രഹം ഉണ്ടായാൽ രക്ഷപ്പെടാമായിരുന്നു. ഇപ്പം വിട്ടുപോയി. 16:26 ലൂക്കാസ് സുവിശേഷം പറയുന്നു, ഇനി എത്ര മേൽ ആഗ്രഹം ഉണ്ടായാലും. ആരോടാ പറഞ്ഞത്? ധനവാനോട്. ഇനി എത്ര മേൽ ആഗ്രഹം ഉണ്ടായാലും നീ അവിടെ നിന്ന് രക്ഷപ്പെടത്തില്ലെന്ന് ഞാൻ നിന്നോട് പറയുന്നു. അർത്ഥം എന്താ? അപ്പം നമ്മൾ ആഗ്രഹിച്ചിട്ടും കർത്താവിൻ്റെ ആകർഷണമില്ലെന്നുണ്ടെങ്കിൽ ആഗ്രഹം കൊണ്ട് കഥയില്ലെന്നാണ് പറയണം, അല്ലേ? മനസ്സിലായില്ലേ? അല്ലേ? അതാണ് 16:26 ലൂക്ക. എത്രമേൽ ആഗ്രഹം ഉണ്ടായാലും നീ അവിടെ നിന്ന് രക്ഷപ്പെടത്തില്ലെന്ന്. അപ്പം ആഗ്രഹം മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. ഇപ്പം എന്ത് വേണം? അതുകൊണ്ടാണ് ഈ പൗലോസ് പറയണത്, ആഗ്രഹം മാത്രമല്ല, മനുഷ്യൻ്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, ദൈവത്തിൻ്റെ ദയയാണ് എല്ലാത്തിൻ്റെ അടിസ്ഥാനമെന്ന് 9:16 പറയത്തില്ലേ? അതാണ് സംഭവം. നിൻ്റെ ഈ ഉപവാസവും നിൻ്റെ ഈ പ്രേക്ഷിത പ്രവർത്തനവും നിൻ്റെ ഈ വചനം വായനയും വെളുക്കാങ്കാലത്ത് എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കുന്നതും നിൻ്റെ ഈ ഉടമ്പടി ധ്യാനത്തിന് വരണതും ഇപ്പോൾ ഈ തലശ്ശേരി എന്നൊക്കെ വന്ന് സാക്ഷ്യം പറഞ്ഞില്ലേ? ആറന്മുള ഇവിടെ നിന്നുള്ള ആൾക്കാരാണ് സാക്ഷ്യം പറഞ്ഞു. കോതമംഗലൊക്കെ ഉള്ള സാക്ഷ്യം പറഞ്ഞു. കൊല്ലത്തുകാരുടെ സാക്ഷ്യം പറഞ്ഞു. ഈ കൊല്ലത്തുകാരൊക്കെ കാര്യം ഭയങ്കര രസമാണ്. ഇപ്പോൾ ഈ അവസാനം പിടിച്ച കക്ഷികളെല്ലാം ആരാണ്? കൊല്ലത്തുകാരാണെന്ന് തോന്നുന്നു. അവരവരെ വിളിച്ചിരിക്കുന്നത് സാക്ഷ്യത്തിൻ്റെ ക്വാളിറ്റി അനുസരിച്ച് വിളിച്ചിരിക്കുകയാണ്. ഒരു ടെലിവിഷൻ പ്രോഗ്രാമിന് വേണ്ടി ഇപ്പോൾ കൃപാസന ഉടമ്പടി ധ്യാനം ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നിലവാരമുള്ള സാക്ഷ്യമെല്ലാം വിളിക്കും. പക്ഷേ എപ്പോഴും ഞാൻ ചിന്തിക്കുക, വിളിക്കുന്ന സാക്ഷ്യങ്ങളെല്ലാം
ഈ ആലപ്പുഴ ജില്ല വിട്ടുള്ള സാക്ഷ്യങ്ങളാണ് പലതും. ആലപ്പുഴ സാക്ഷ്യങ്ങൾ കുറവാണ്. എന്താ കാര്യം? മറ്റുള്ളവർ രാത്രി 12 മണിക്ക് എഴുന്നേറ്റ് പോന്നിട്ടാണ് 6 മണിക്ക് ഇവിടെ എത്തണത്. അതും പല്ലും തേക്കാതെ പട്ടിണിയിൽ നിന്ന് വന്നിരിക്കുക. ആ സമയത്തെല്ലാം കൊന്തയെല്ലി കയറിയിരിക്കണത്. ആ സമയത്തെല്ലാം കൊന്ത ചെല്ലിയാണ് ചെയ്യണത്. അത്രയും കഷ്ടപ്പെട്ട് വന്നിരിക്കുക. അപ്പം നമ്മൾ ഒരു എപ്പോഴിത് എനിക്കിപ്പോഴുള്ള അനുഭവമല്ല, ആലപ്പുഴക്കാർ വിഷമിക്കാൻ പറയുകയല്ല. നിങ്ങൾ ലൈറ്റ് വെയിറ്റ് അടി സംഭവം എടുക്കരുത്. നിങ്ങളും അതുപോലൊരു ത്യാഗം അനുഭവിച്ചു വേണ്ടി വേണം കർത്താവിൻ്റെ ഉടമ്പടി ചെയ്യാനും ചെയ്ത് പൂർത്തിയാക്കാനും. എന്നാൽ നമുക്കും പ്രശ്നം ഉണ്ടാകത്തില്ല. എന്നാൽ നമുക്കും കർത്താവിനെ മഹത്വപ്പെടുത്താൻ കഴിയും. സ്തുതിയുടെ ഹല്ലേലൂയ. അപ്പോൾ ഈ തലശ്ശേരിയിലും ആറന്മുളയും കോതമംഗലത്തും ട്രിവാൻഡ്രത്തും ഒക്കെ ഉള്ള ആൾക്കാർ സാക്ഷ്യം പറഞ്ഞാൽ എങ്ങനെയാണ്? അവരെന്താ പറയണത്? ഞങ്ങൾക്ക് കൃപാസനം പത്രം കിട്ടിയെന്നാണ് പറയണത്, അല്ലേ? ആരോ ഒരാൾ കൊണ്ടുപോയി പത്രം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ അമ്മയും കൂടെ പോയി. അവർ വചനം കേട്ടു. ഇപ്പോൾ തലശ്ശേരിയിൽ നിന്നൊക്കെ ഇവിടെ വരുന്നത് എങ്ങനെയായാലും 2000-2500 രൂപ ചിലവാകും, എത്ര കുറഞ്ഞാലും. അവരെന്താ ഇവിടെ വന്ന് വചനം പറയുകയാണ്. പക്ഷെ അവരുടെ ലൈഫ് എന്താ? അമ്മ തൊട്ടപ്പോൾ ഇൻ്റർനാഷണൽ ലെവലിലാണ് ആ സാധനം റേഞ്ച് ചെയ്ത് പോയത്. അത്രയും മഹാസംഭവങ്ങൾ നടക്കുമ്പോൾ നമ്മൾ ശ്രദ്ധയോടെയാണ് ജീവിതത്തെ ഉടമ്പടിയെ കൈകാര്യം ചെയ്യേണ്ടത്. അപ്പം നിങ്ങളിതൊക്കെ ചെയ്യുമ്പോൾ അമ്മയ്ക്ക് നിങ്ങൾ വിശുദ്ധീകരിക്കുന്നു, അല്ലേ? നിങ്ങൾ വചനം വായിക്കുന്നു, വചനം കേൾക്കുന്നു, സുവിശേഷ വേല ചെയ്യുന്നു, കർത്താവിനെ അറിയാത്തവരെ പത്രം കൊടുത്ത് കർത്താവിനെ അറിയിക്കുന്നു, അവർ വന്ന് കർത്താവിനെ അറിയുന്നു, അറിഞ്ഞവർ ആഴപ്പെടുന്നു. ഇങ്ങനെയൊക്കെ ഉള്ള സുവിശേഷ വേല ചെയ്ത് വരുമ്പോൾ ദൈവത്തിന് നിന്നോട് ദയ തോന്നും, ഇല്ലേ? ദൈവത്തിന് നിന്നോട് ദയ തോന്നും. അപ്പോൾ ദയ തോന്നിക്കഴിഞ്ഞാൽ പിന്നീട് എനിക്ക് ഒരു കാര്യം പറയാനുണ്ടായി. അതായത് ഇപ്പോൾ ഒരു ഒരു സാക്ഷി ഇവിടെ ഉണ്ടായിരുന്നു, ഇവിടെ പറഞ്ഞോ ഇല്ലെന്ന് അറിയത്തില്ല. 3 മാസത്തെ ഉടമ്പടി കഴിഞ്ഞിട്ടും അവർക്ക് ബ്ലീഡിങ്ങിന് ഒരു കുറവില്ലായിരുന്നു, ഇല്ലേ? ഇവിടെ വന്ന് അച്ഛൻ ഉടമ്പടി പുതുക്കി കഴിഞ്ഞ് പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും ആ ഉടമ്പടി തരം തന്നെയാണ് തെച്ചതേ, ഇല്ലേ? പിന്നെ പ്രത്യേക പ്രാർത്ഥന, അച്ഛൻ്റെ കയ്യിരിക്കുന്ന ധൈര്യത്തിന് പ്രത്യേക പ്രാർത്ഥന ഉണ്ടെന്നേ ഉള്ളൂ. അപ്പോഴാ സെക്കൻഡിൽ ആ സംഭവം മാറി. 2 ദിവസം കഴിഞ്ഞപ്പോൾ അത് പൂർണ്ണമായിട്ട് മാറുകയാണ്. അപ്പോൾ ഈ ഉടമ്പടിയിൽ ഒരു 3 മാസം കഴിഞ്ഞാലും ആ ഒരു വിഷയം അപ്പം നടന്നില്ലെന്ന് വിചാരിച്ചുകൊണ്ട് നടക്കത്തില്ലെന്ന് മക്കൾ ധരിക്കരുത്. ദൈവത്തിന് നമ്മൾ സമയം കൊടുക്കണം. ചില ആൾക്കാർ ഇപ്പോൾ വരുന്നൊരു വിഷയം എന്ന് വെച്ചാൽ അവർ പത്രത്തിൻ്റെ പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ കാർഡുണ്ടാകത്തില്ല. കാർഡുണ്ടായതെങ്കിൽ അതിൻ്റെ അർത്ഥം പ്രേക്ഷിത പ്രവർത്തനം നടന്നില്ലെന്നാണ്. ഉടമ്പടിയുടെ മർമ്മം എന്താ? പ്രേക്ഷിത പ്രവർത്തനം തന്നെയാണ്. ഈശോനെ അറിയാത്തവർ അറിയിക്കുക. അതിന് കൃപാസനം പത്രം കൊടുക്കണ പോലെ വേറെ ഒരു സംഭവം ഉണ്ടാകത്തില്ല. എന്താ കാര്യം? അതിൽ ഇന്ന് ഈ ആഴ്ച ദൈവം എന്ത് ചെയ്തെന്ന് അതിൻ്റെ അകത്തുണ്ട്, ഇല്ലേ? ഇന്ന് ഈ ആഴ്ച ദൈവം എന്ത് പറഞ്ഞു എന്നുണ്ട്. ഇപ്പം ലൈവായിട്ട് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന സംഭവമില്ലേ? അതെല്ലാം ഒരു മാസം കഴിയുമ്പോൾ പത്രത്തിൽ വരും. എന്താ കാര്യം? ദയ. നിസ്സാര കാര്യമല്ല. കർത്താവിന് ആകർഷണം, കർത്താവിൻ്റെ അടുത്ത് വരുന്നത്, അകന്നെങ്ങനെയാണ് പോണത്, അകന്നു പോയാൽ എങ്ങനെ അടുത്ത് വരാം, അടുത്ത് വന്ന് എന്ത് സംഭവിക്കും, ദൈവം ദയ കാണിക്കും, ദയ കാണിച്ച് എന്ത് സംഭവിക്കും, അതാണ് എല്ലാത്തിനും അടിസ്ഥാനം. എന്ത് സുന്ദരമായിട്ടാണ് ഈശോ നമ്മോട് സംസാരിക്കണത്. എനിക്ക് ഈ ഒരു കൂട്ടായ്മ കഴിയുമ്പോൾ തൊട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങാം. നല്ല ജപമാലകളും കുർബാനയും ആശീർവാദവും കുർബാന ആരാധന എല്ലാം ശുശ്രൂഷ സംബന്ധിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഓരോ സമയത്ത് കർത്താവ് ഓരോ വചനം ലിങ്ക് ചെയ്ത് തരും. അങ്ങനെ ഞാൻ പുസ്തകം നോക്കി പറയണമല്ല, ലിങ്ക് ചെയ്ത് തരുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈശോയാണ് സംസാരിക്കണമെന്ന്. ഈശോ ദൈവിക വെളിപാടുകൾ തുറന്നു തരികയില്ല. അപ്പം നമുക്ക് അത് ഫോളോ ചെയ്യുമ്പോൾ നമുക്കറിയാൻ പറ്റും. 15 കൊല്ലം ജീവിച്ചിട്ടും അതിൻ്റെ ടെക്നിക്ക് അറിയാൻ പാടില്ലെങ്കിൽ പിന്നെ ഇനിയും 15 കൊല്ലം ജീവിച്ചാലും നീ പഴയ ആൾ തന്നെയായിരിക്കും. പക്ഷേ ഇപ്പോൾ മനസ്സിലായി, ദയ കാണിക്കണം. ഇപ്പോൾ ദയ കാണിക്കണം. ഇപ്പോൾ എന്ത് വേണമെന്ന് പറഞ്ഞത്? അടി ഉണ്ടാകണമെന്ന്. വീട്ടിൽ അടി ഉണ്ടാകണം. ഇത്രയും നാൾ അതിൻ്റെ കുഴപ്പമാണ്, കൂടോത്രമാണ്, മന്ത്രവാദമാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലായിരുന്ന. വീട്ടിൽ അടി ഉണ്ടാകണതിൻ്റെ കാരണം കൂടോത്രവും മന്ത്രവാദവും പൂർവികരുടെ ദോഷമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണില്ലേ എന്നല്ലേ നമ്മളിരിക്കണത്. ഇപ്പം എന്താ ഈശോ പറയണത്? ചില അടിയൊക്കെ ഉണ്ടാകണത് കർത്താവ് അറിഞ്ഞുകൊണ്ടുള്ള അടിയാണെന്ന്. എന്തിനാണ്? നിൻ്റെ ലോകാരിമി മാറ്റാൻ വേണ്ടിയും നിന്നെ എളിമപ്പെടുത്താനും ദൈവത്തിന് കൃപ ലഭിക്കാൻ വേണ്ടിയുള്ള ദൈവത്തിൻ്റെ ക്രമീകരണമാണ്. അങ്ങനെ അടി ഉണ്ടാകുമ്പോൾ സമാധാനം ഇരുന്ന് ബൈബിൾ വായിച്ചാൽ മതി, വേറൊന്നും ചെയ്യണ്ട. സമാധാനത്തോടെ ഇരുന്നുകൊണ്ട് കർത്താവിൻ്റെ വചനം വായിക്കണം.
അപ്പോൾ ദൈവത്തിന് തോന്നും എൻ്റെ മകൻ എൻ്റെ മകള് ആത്മാർത്ഥമായിട്ടാണ് വിശ്വസിക്കണതെന്ന്. അങ്ങനെ വിശ്വസിച്ചു കഴിഞ്ഞാൽ നിൻ്റെ ദൈവസ്നേഹമുള്ള ആത്മാവിനെ ദൈവം ആകർഷിക്കുകയും അഭിരക്ഷിക്കുകയും ചെയ്യും. ദൈവം ആകർഷിച്ച് കഴിയുന്ന ആണ് എളിമ വരുന്നത്, എളിമപ്പെടും. ഇപ്പോൾ നമ്മൾ ഒരു ദിവസം എന്തെങ്കിലും ഒരു അപകടം ഉണ്ടായി, 2 ദിവസം നമ്മൾ വീട്ടിലിരുന്ന് പോയി. അപ്പം നമുക്ക് കൈകൊണ്ട് പോലും നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിലായി പോകുമ്പോൾ മറ്റുള്ളവരുടെ സഹായം നമുക്ക് വരും. അപ്പം നമുക്കൊരു എളിമ തോന്നും. ഇങ്ങനെ ഓരോ സാഹചര്യത്തിലും എല്ലാം ദൈവം, ഈ വിഷയം കൊണ്ട് ദൈവം എങ്ങനെയാണ് എന്നെ എളിമപ്പെടുത്തുന്നത്, വിനയപ്പെടുത്തണമെന്ന് ചിന്തിച്ചാൽ പിന്നീട് ബാക്കിയെല്ലാം ദൈവം എളിമപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ പിന്നെ ആകർഷണം ഉണ്ടാവും. ആകർഷണം ഉണ്ടായാൽ പിന്നെ എന്ത് ചെയ്യും? അത്ഭുതം ഉണ്ടാവും. ഇതിൻ്റെ ഒരു ഫോർമാറ്റ് അതാണ്. അപ്പം അതുകൊണ്ട് എന്തെങ്കിലും തകർച്ചയോ അല്ലെങ്കിൽ ഇപ്പോൾ ജപ്തി നടപടി ഇരിക്കണ ഒരു സ്ഥലം ഉടമ്പടി ചെയ്തപ്പോൾ എന്താ പറഞ്ഞത്? ഞാൻ ആദ്യം കേൾക്കണം അങ്ങനെ, ബാങ്ക് തന്നെ പറയുകയാണ് നിങ്ങൾ തന്നെ വിൽക്കുക, ഞങ്ങൾ ലേലത്തിൽ വെച്ച് കഴിഞ്ഞാൽ ശരിയാകത്തില്ല, നിങ്ങൾ തന്നെ വിൽക്കുക, വിറ്റിട്ട് ഞങ്ങളത് ഇങ്ങോട്ട് തരികയെന്ന്. അങ്ങനെ ബാങ്കുകാർ സാധനം പറയത്തില്ല. പറഞ്ഞാൽ നമ്മൾ വിൽക്കാൻ ചെന്നാൽ തന്നെ നമുക്ക് വേണ്ടതെന്ന് കിട്ടത്തുമില്ല, ബാങ്കിന് കൊടുക്കാൻ ഉണ്ടാകത്തുമില്ല. അതുകൊണ്ട് ബാങ്കുകാർ വിൽപ്പിക്കത്തില്ല. ഇപ്പോൾ ഉടമ്പടി ചെയ്തപ്പോൾ ബാങ്കുകാരുടെ മനസ്സ് മാറ്റിയിട്ട് പറഞ്ഞാൽ നിങ്ങൾ വിൽക്കുക. വിറ്റപ്പോൾ എന്ത് ചെയ്ത്? അമ്മ സഹായിച്ചു. എന്താ? ആവശ്യത്തിന് കാശം കിട്ടി, ബാങ്കിന് കൊടുക്കാനും ബാക്കി കാശ് കിട്ടി, സാവകാശം തന്നു. അതൊക്കെ നമ്മൾ ആദ്യം കേൾക്കുന്നതാണ്. ഞാൻ 29 കൊല്ലമായി ഈ കർത്താവിൻ്റെ കൗൺസിലിംഗ് ശുശ്രൂഷ തുടങ്ങണത്. ഈ ഉടമ്പടി കേൾക്കണതൊക്കെ സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടും കേൾക്കണേ ഇങ്ങനെയൊക്കെയുള്ള പരിപാടി. ഇപ്പോൾ ഒത്തിരി ഞാൻ കേട്ടിട്ടുണ്ട്, ദൈവത്തെക്കുറിച്ച് ഞാൻ അറിഞ്ഞിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷെ ഉടമ്പടി സംഭവം വേറെയാണ്, നേരെ കിഴിമേൽ മറിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഇതൊക്കെ നിങ്ങൾ അനേകം മക്കൾക്ക്, ബന്ധുനീറി പൊള്ളിപ്പടുത്തടക്കുന്ന അനേകം മക്കൾക്ക് ഇപ്പോഴും അമ്മ കാത്തിരിക്കുന്നു, നിങ്ങൾ അവരോട് പറയണം. എഴുന്നേൽക്കുക. പ്രിയമക്കളെ, നമ്മൾ രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മളെ കേട്ട സാക്ഷികൾ നോക്കുമ്പോൾ വലിയ വലിയ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികളിലൊക്കെ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ, അവിടെ ചെല്ലുമ്പോൾ കുഞ്ഞിൻ്റെ തലയിൽ, അമ്മച്ചി പറഞ്ഞ സാക്ഷ്യം കേട്ടില്ലേ, കുഞ്ഞിൻ്റെ തലയിൽ വെള്ളം കെട്ടിയിരിക്കുകയാണ്, പെൺകുഞ്ഞാണ്. ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ തലയിൽ ട്യൂബ് ഇട്ടുകൊണ്ട് നടക്കേണ്ടി വരും. പെൺകുഞ്ഞുങ്ങൾ വലുതായി കഴിഞ്ഞാൽ ട്യൂബ് ഇട്ടുകൊണ്ട് നടക്കുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റിയിട്ടില്ല, കർത്താവേ ഓപ്പറേഷൻ ഉണ്ടാവരുതെന്ന് പ്രാർത്ഥിച്ചില്ലേ. അപ്പോൾ 3 ലക്ഷം രൂപയോ 4 ലക്ഷം രൂപയോ കൊടുത്തിട്ട് തലയിൽ ട്യൂബ് ഇട്ടുകൊണ്ട് നടക്കാൻ മാത്രമേ നമ്മുടെ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിക്ക് പോലും കഴിയത്തുള്ളൂ. പക്ഷെ അമ്മയ്ക്ക് അടയാളമില്ലാതെ നിന്നെ സുഖപ്പെടുത്താൻ കഴിയും. കൈ അടിച്ച് കർത്താവ്. ആ അമ്മ സന്നിധാനത്തിലാണ് ദൈവവേദന നീ പ്രാർത്ഥിക്കണത്. ഞാനെപ്പോഴും ഓർക്കണത്, അമ്മയോട് പറയും, അമ്മ ഈ എപ്പിലെസോ ഓട്ടിസോ ഉള്ള കുഞ്ഞുങ്ങളെ വൈദ്യശാസ്ത്രം തള്ളിക്കളഞ്ഞ കുഞ്ഞുങ്ങളാണ്. അവർ നമ്മളോടൊക്കെ വലിയ സോറായൊക്കെ പറയുന്നുണ്ടെങ്കിൽ അവർക്കറിയാം ഇതുകൊണ്ടൊന്നും നടക്കത്തില്ല എന്നറിയാം. ബ്രെയിനിൽ വന്ന ഡിഫക്ട്സ് അല്ലേ, അതെങ്ങനെ മാറ്റാണെന്നറിയാം. പക്ഷെ ഞാനെപ്പോഴും അമ്മയോട് പറയും, അമ്മ ഇവിടെ മണ്ണ് കാല് കൊത്തണ അതായത് ഈ ഓട്ടിസമുള്ള കുഞ്ഞുങ്ങളെ അമ്മ സുഖപ്പെടുത്തണമെന്ന് നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചേ. അമ്മേ പരിശുദ്ധ അമ്മേ, ജന്മനാ ജനിതക തകരാറുകളുള്ള കുഞ്ഞുങ്ങളെ ഇപ്പോഴ് അവരെവിടെയായിരിക്കുന്നുവോ ഞങ്ങൾക്കറിയാവുന്നവരും അമ്മയ്ക്കറിയാവുന്നവരെയും പ്രാർത്ഥന ഉള്ളവരെയും ദൈവമേ ആ വിഷയത്തിന് വേണ്ടി കൃപാസനത്തില് പ്രാർത്ഥിച്ചിട്ടുള്ള എല്ലാ കുഞ്ഞുങ്ങളും ഈ നിമിഷം ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ പറ്റുന്ന പരുവത്തില് എല്ലാ നാടുകളിലും സൗഖ്യം പ്രാപിക്കട്ടെ. ഞാൻ നിന്നെ സൗഖ്യമാക്കും കർത്താവാണെന്ന് നീ അറിയുക, നീ അറിയുക, നീ അറിയുക മകനേ. ഞാൻ നിന്നെ സൗഖ്യമാക്കും കർത്താവാണെന്ന് നീ അറിയുക,
കൃപാസനത്തിലെ സൗഖ്യങ്ങളിൽ നമ്മളിങ്ങനെ പട്ടിക തിരിക്കാനാണെങ്കിൽ സിസ്റ്റുകൾ പ്രധാനപ്പെട്ടൊരു സൗഖ്യമാണ്. ഗർഭാശയത്തിലെ സിസ്റ്റുകൾ, അണ്ടനാളികളിലെ സിസ്റ്റുകൾ, അങ്ങനെ കുടലുണ്ടാകുന്ന സിസ്റ്റുകൾ, കുറേ സാക്ഷ്യം അമ്മ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും നമ്മൾ സിസ്റ്റുകളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, സിസ്റ്റുകളുള്ളവരെ, മുഴ ഉള്ളവരെ, മാംസപിണ്ഡം വളരുന്നവരെ, അണ്ടനാളങ്ങള് തടയപ്പെട്ടിരിക്കുന്നവരെ, ഈശോയെ ഈ നിമിഷം യേശുവിന്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. പെരുമഴ പോൽ പെയ്യുന്നു, അത്ഭുതവും വിടുതലും ഈ ജനതയിൽ. പെരുമഴ പോൽ പെയ്യുന്നു, അത്ഭുതവും വിടുതലും ഈ ജനതയിൽ. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ ഓർമ്മത്തില്ല കാലത്തിൽ ഈ ലോകത്തിൽ. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. ദൈവശക്തി കുറഞ്ഞിട്ടില്ല, ദൈവത്തിൻ കൈതാന്നിട്ടില്ല ലോകത്തിൽ ഈ കാലത്തിൽ. ദൈവശക്തി കുറഞ്ഞിട്ടില്ല, ദൈവത്തിൻ കൈതാന്നിട്ടില്ല ലോകത്തിൽ ഈ കാലത്തിൽ. പെരുമഴ പോൽ പെയ്യുന്നു, അത്ഭുതവും വിടുതലും ഈ ജനതയിൽ. പെരുമഴ പോൽ പെയ്യുന്നു, അത്ഭുതവും വിടുതലും ഈ ജനതയിൽ. അച്ഛന് വളരെ കരുതലോടെ അവരവിടെ ആൾക്കാരൊക്കെ സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം, ഞാൻ ഈ ആഴ്ചയിൽ കുറേ സാമ്പത്തിക കടമുള്ളവരെ കണ്ടായിരുന്നു കൗൺസിലിങ്ങിൻ്റെ സമയത്ത്. അപ്പം അവരുടെ കയ്യിൽ ശരിക്കും പറഞ്ഞാൽ ഒന്നുമില്ല. 30 ലക്ഷം 40 ലക്ഷം കടം മാത്രമുണ്ട്. വേറെ ഒരു ഓപ്ഷനില്ല അവർക്ക് സഹായിക്കാൻ. ആരെങ്കിലും സഹായിക്കുമെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും വിറ്റ് കിട്ടിയാൽ കടം തീർക്കാൻ കഴിയുമെന്നോ ഒന്നും പറയാൻ അവരൊന്നും കാണണില്ല. അപ്പോൾ ഒന്നും കാണാത്തപ്പോൾ പ്രാർത്ഥിക്കാൻ പറ്റിയ ഒരു ധ്യാന കേന്ദ്രമാണ് കൃപാസന. എന്താണ് അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഒരു മാസമായി ചിന്തിക്കണതാ, ആ ജൈറൂസിൻ്റെ മകൾ മരിച്ചു പോയല്ലോ, ഇനി എന്തിനാ അങ്ങോട്ട് പോണത് എന്ന് പറഞ്ഞപ്പോൾ ഈശോ പറഞ്ഞു, മരിച്ചാലും വിശ്വസിക്കുക മാത്രം ചെയ്യുകയെന്ന്. അപ്പോഴെനിക്ക് മനസ്സിലായി എന്ത് മനസ്സിലായി? നമ്മുടെ മാർക്ക് കുറഞ്ഞുള്ള കുഞ്ഞുങ്ങളൊക്കെ വന്ന് എൻ്റെ അടുത്ത് ഒരു മുട്ടേ നിൽക്കും മകനെന്ന് പറയും, മകളെ മുട്ടേ നിൽക്കുമെന്ന് പറയും. എനിക്കറിയാം 50% മാർക്കേ ഉള്ളൂ, പക്ഷെ അവന് പഠിക്കണം. അപ്പോൾ ഞാൻ പറയും ഈശോയോട്, ഈശോയെ ഈ കുഞ്ഞിൻ്റെ വിദ്യാഭ്യാസം തകരാതിരിക്കാൻ നിനക്ക് കഴിയും. ഞങ്ങളത് മാർക്കിലല്ല വിശ്വസിക്കണത്, നിൻ്റെ കൃപയിലാണ് വിശ്വസിക്കണം. അപ്പോൾ സാമ്പത്തികമായ തകർച്ച ഉള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ കയ്യിൽ ആസ്തിയായിട്ടുള്ളത് വിശ്വാസം മാത്രമാണ്, നമ്മുടെ വേറെ ഒന്നുമില്ല സാധനം. അപ്പോൾ നമ്മളിപ്പോൾ പ്രാർത്ഥിക്കും. അപ്പോൾ എല്ലാം ഇതുവരെയൊക്കെ വിദ്യാഭ്യാസത്തിന് ഒരു അഡ്മിഷൻ കിട്ടാത്ത മക്കളുണ്ട്. അവർ അമ്മേനൊക്കെ കുറ്റപ്പെടുത്തിക്കൊണ്ട് സങ്കടപ്പെടുക. അവരുടെ കുഞ്ഞുങ്ങളുടെ ബുദ്ധിയിലാണ് അവർ വഴക്ക് പറയണത് നമ്മളോട്. കാര്യം അത് നിങ്ങൾ കാര്യമാക്കരുത്. നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവരെ അമ്മയെടുത്ത് കൊണ്ടുവരാം. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, സാമ്പത്തിക കടങ്ങളിലെ കിട്ടാനുള്ള ഒരു മാർഗമില്ലാതെ, കൊടുത്തുവിട്ടാൻ ഒന്നും കാണാതെ, ഉടമ്പടി മാത്രം കണ്ടുകൊണ്ട്, ഈ ആരാധന മാത്രം കണ്ടുകൊണ്ട് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നവർക്ക് വഴി സത്യവും ജീവനുമായ ദൈവമേ, ജീവൻ നൽകണമേ.
വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ന് പറഞ്ഞ കർത്താവാണ് ചോദിക്കണത് ജൈരീസിനോട്. ഈ തറ പറ്റിയിരിക്കുന്ന അവസ്ഥയിലും മണ്ണോട് മണ്ണ് ചേർന്ന് ഉടുപ്പും അഴുക്കായി ചെളിയും പിടിച്ച് കുളിക്കുകയില്ലാതെ ഒരു ഭ്രാന്തനെ പ്രകൃതിനെ പോലെ മണ്ണോട് മണ്ണ് ചേർന്ന് കിടക്കണം നീ. അതിദാരുണമായ അവസ്ഥയിലും ദൈവപൈതലെ നിനക്ക് ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോഴേ അവൻ പറഞ്ഞ മറുപടി, അങ്ങനെ ചോദിക്കാൻ പോലും എനിക്ക് ആരും ഇല്ലെന്നാ. അതാണ് നിൻ്റെ അവസ്ഥയെങ്കിൽ ഇപ്പം കർത്താവ് നിന്നെ സഹായിക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, എൻ്റെ മക്കളെ കണ്ണീരോടെ പ്രാർത്ഥിക്കണം. ഈശോ കാരുണ്യം കൊടുക്കണം കർത്താവേ. എങ്ങനെ പ്രാർത്ഥിക്കണം, എന്ത് പ്രാർത്ഥിക്കണം, പ്രാർത്ഥിക്കാനുള്ള വകുപ്പുമില്ലാതെ അക്ഷരമില്ലാതെ വിഷമിക്കുന്ന കർത്താവേ, കർത്താവിന് കൃപ ചെയ്യട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ബെത്സയിദ കുളക്കരയിലെ രോഗി പോൽ ഞാൻ തളർന്നവനാകുന്നു, നിന്റെ കരുണ തേടുന്നു വൈകലേ എന്റെ മോചക. ബെത്സയിദ കുളക്കരയിലെ രോഗി പോൽ ഞാൻ തളർന്നവനാകുന്നു, നിന്റെ കരുണ തേടുന്നു വൈകലേ എന്റെ മോചക. യേശുനാമം എൻ്റെ ആശ്രയം, ആശയത്ത നേരമെൻ്റെ ആശ്വാസം, നിൻവചനമായി തുന്നി എൻ്റെ വേദനകൾ സൗഖ്യമാകണേ. അന്യരാജ്യങ്ങളിൽ നിന്നും അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും അവരുടെ പല വിഷയങ്ങൾക്ക് നമ്മളോട് പറയുമ്പോൾ നമുക്കത് മനസ്സിലാവണ കൂടിയില്ല. എന്താണ് അവർ പറയണത് നമുക്കറിയത്തില്ല. നമുക്ക് അത്രയും വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് മനസ്സിലാവത്തില്ല. പക്ഷേ മകൻ എന്തോ വല്ലാതെ വിഷമിക്കുന്നുണ്ടെന്ന് നമ്മൾ ദൈവത്തോട് പറയും. പക്ഷേ അവർക്ക് വിശ്വാസമുണ്ട്. അമ്മയുടെ പ്രാർത്ഥന മതിയെന്ന്, അപ്പൻ്റെ പ്രാർത്ഥന മതിയെന്ന് അവർക്ക് വിശ്വാസമുണ്ട്. അപ്പം അന്യരാജ്യങ്ങളിലെ ഇപ്പോൾ വിസ പ്രശ്നം, എമിഗ്രേഷൻ പ്രശ്നം, PR പ്രശ്നം, ചിലപ്പോൾ കമ്പനികൾ അങ്ങോട്ടും ഇങ്ങോട്ടും റിലീവിങ് ഓർഡർ കൊടുക്കാത്ത അവസ്ഥകൾ, ഇൻ്റർവ്യൂകൾ, ഏറ്റവും ഈ ടെസ്റ്റ് പാസ്സായെന്നൊക്കെ സാക്ഷ്യം പറയണില്ലേ? നിങ്ങൾക്കറിയാമോ എന്തോ ഒരു വലിയ ടെസ്റ്റാണ് നടക്കുന്നത്. അതൊക്കെ എത്രയോ മനുഷ്യരുമായിട്ട് കോമ്പറ്റ് ചെയ്തിട്ടാണ് ആ മക്കൾ കയറി വരുന്നത്. അമ്മ അവരെല്ലാം പിടിച്ച് കയറ്റണത് ഈ ഒരു കൂട്ടായ്മയുടെ ശക്തിയിലാണ്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, അന്യരാജ്യങ്ങളിലെ പ്രത്യേക പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലും പരീക്ഷകളിലും വേദനപ്പെടുന്നവരെ, പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടുള്ളവരെ ദൈവത്തിന്റെ ശക്തിയാൽ ശക്തി പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. 40 തൊട്ട് 46 വരെ വർഷങ്ങളിലെ കല്യാണം കഴിക്കാതിരുന്നിട്ട് ഇപ്പോൾ കല്യാണം ഒത്തവർ കുറേ പേര് വന്ന് സാക്ഷ്യം പറഞ്ഞിരുന്നു കഴിഞ്ഞ മാസങ്ങളിലൊക്കെ. അതുപോലെ തന്നെ 3 വർഷം മുതൽ 21 വർഷം വരെ മക്കളില്ലാതിരുന്നിട്ട് 22ാമത്തെ വർഷം മക്കളെ ലഭിച്ചവർ വന്ന് സാക്ഷ്യം പറഞ്ഞ്. എങ്കിലും എനിക്ക് കുറച്ച് വിഷമങ്ങളുണ്ട്. കാര്യം കുറേ നാളുകളായിട്ട് മക്കളില്ലാത്തവർ പ്രാർത്ഥിച്ച ചില സഹോദരങ്ങളെ ഇപ്പോഴും മക്കളില്ലാതെ തുടരുന്നുണ്ട്. അപ്പം എൻ്റെ ഒരു വലിയ അലട്ടലാണത്. അതുകൊണ്ട് അവർക്ക് മക്കളെ കിട്ടണം. അല്ലെന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ഒരു പരിഹാരമുണ്ട്. അവർക്ക് കൂടി സ്വീകാര്യമായ, അവരുടെ മനസ്സിനെ തണുപ്പിക്കുന്ന ആ ദൈവിക പരിഹാരം ഈ നിമിഷം കിട്ടണം. പരിശുദ്ധമായ ദേവമാതാവേ, ഞാൻ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ആ മക്കളുടെ മേലെല്ലാം കർത്താവിൻ്റെ ശക്തി, ദൈവികമായ പരിഹാരം, ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ കൃപ ചൊരിയട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, ക്രിസ്തുവിന്റെ അടയാളത്തിൽ മക്കളില്ലാത്തവർക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കൃപാസനം പത്രത്തിൻ്റെ 10ാം പേജിലൊക്കെ ആരാധന സാക്ഷ്യങ്ങൾ നിങ്ങൾ കാണാം. അതായത് ആ ആരാധനയും നടന്നുകൊണ്ടിരിക്കണത്. ചില സമയത്ത് നീ ആദ്യം വന്നയാളാകാം. ഇതെന്താണെന്ന് അറിയാൻ വേണ്ടിയും നിൻ്റെ അവസ്ഥ മോശമായതുകൊണ്ട് കർത്താവ് എന്നെ സഹായിക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് വന്നിട്ടുള്ള ആളാകാം. അങ്ങനെയുള്ളവർക്ക് ആരാധനയിലാണ് ദൈവം സുഖപ്പെടുത്തുന്നത്. അത് മൂത്രത്തിൽ കല്ലായാലും കിഡ്നി ശോഷിക്കണായാലും
ഹൃദയത്തിൽ വാല് ബ്ലോക്കായാലും അണ്ടവാഹിനികൾ ബ്ലോക്കായാലും ഇങ്ങനെ ആദ്യം വന്ന മക്കളും ഇതുപോലെ ഉടമ്പടി വെച്ചിരിക്കുന്ന വിഷയങ്ങളുണ്ട്. തൊലി പൊളിഞ്ഞു പോവുക. കൃപാസനത്തിൽ നല്ല സൗഖ്യങ്ങളിൽ ഒന്നാണ് സോറിയാസിസിൻ്റെ അസുഖങ്ങൾ. അതിങ്ങനെ റെക്കർ ചെയ്ത്, നല്ല സൗഖ്യം എന്ന് പറയുന്നത് റെക്കർ ചെയ്ത് വരുന്നതാണ്. അതായത് ഒരു മാസം 1, 2, 3 സാക്ഷ്യങ്ങൾ, അതായത് 10-20 കൊല്ലമായിട്ട് ചികിത്സിച്ച് മാറാത്ത സോറിയാസിസ് രോഗങ്ങൾ, വിസർപ്പ രോഗങ്ങൾ, തൊലി പൊളിഞ്ഞ് വിണ്ട് കീറിയിട്ട് ഇങ്ങനെ അടർന്ന് വീഴുന്ന, നമ്മളെ വികൃത പ്രാകൃത കോലമാക്കുന്ന ഒരു വൃത്തികെട്ട അസുഖമാണ് ആ സോറിയാസിസ്. അപ്പം നമ്മൾ പ്രാർത്ഥിക്കണത്, ഞാൻ ആ സോറിയാസുകാരെ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ പറഞ്ഞ കർത്താവേ, നിൻ്റെ കുരിശിൽ നൽകുന്ന ചുടു രക്തം ഇപ്പം അവനെ കുളിപ്പിക്കണമേ, കുഴമ്പ് തേക്കണ പോലെ രക്തത്താൽ അവനെ തേക്കണമേ. പ്രാർത്ഥിക്കട്ടെ. കർത്താവായ മിശിഹായേ, അങ്ങയുടെ കുരിശിൽ നിന്ന് ഒഴുകി വീഴുന്ന ചുടു രക്തത്താൽ സോറിയാസ് രോഗികളെ, ത്വക്ക് രോഗികളെ, ചിരങ്ങ് രോഗികളെ, പുഴുക്കടിയുള്ള രോഗികളെ, ശരീരത്തിലെ ചൊറിച്ചു വരുന്ന രോഗികളെ യേശു നാമത്തിൽ, യേശു നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. തിരുക്കരത്താൽ താങ്ങിയെന്നെ തിരുരക്തത്താൽ കഴുകണമേ. ആമേൻ. തിരുക്കരത്താൽ താങ്ങിയെന്നെ തിരുരക്തത്താൽ കഴുകണമേ. പെരുമഴ പോൽ പെയ്യട്ടെ, പെരുമഴ പോൽ പെയ്യട്ടെ. യേശുവിൻ്റെ രക്തം, യേശുവിൻ്റെ രക്തം, യേശുവിൻ തിരുരക്തം, യേശുവിൻ്റെ രക്തം, യേശുവിൻ്റെ രക്തം, യേശുവിൻ തിരുരക്തം. കൃപാസനത്തിൻ്റെ ഒരു ധ്യാനത്തിൻ്റെ നിങ്ങളുടെ ഒരു അനുഭവം നോക്കിയാൽ, അനുഭവത്തിൻ്റെ രീതി നോക്കിയാൽ എനിക്ക് മനസ്സിലാകും. ഓരോ ധ്യാനകേന്ദ്രങ്ങളിലും ആ തത്സമയമാണ് കർത്താവ് ഒത്തിരി പേരെ സുഖപ്പെടുത്തുന്നത്. ഇവിടെ തത്സമയം മാത്രമല്ല, നിങ്ങൾ പോകുന്നതനുസരിച്ചുകൊണ്ട് നിങ്ങൾ സുഖപ്പെട്ടുകൊണ്ടേയിരിക്കും, വിടുതൽ പ്രാപിച്ചുകൊണ്ടേയിരിക്കും. അതിനാണ് അമ്മ 5 ഉപാധികൾ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഏത് ജീവിതത്തിൽ ഏത് സാഹചര്യങ്ങളിലും അമ്മ സാന്നിധ്യം കൂടെ ഉറപ്പുവരുത്താൻ വേണ്ടി 5 ഉപാധികളാണ് വെച്ചിരിക്കുന്നത്. 5 നേർച്ച വസ്തുക്കളുണ്ട്. മഞ്ഞത്തിരി, പച്ചത്തിരി, നീലത്തിരി, കാശിരിവം, ഉപ്പ്, ഉടമ്പടി തൈലം. പലരും പറഞ്ഞ് സാക്ഷ്യം പറഞ്ഞ പോലെ പത്രത്തിൽ പോലും അമ്മ വലിയ സാക്ഷ്യങ്ങൾ അങ്ങയുടെ മക്കൾക്ക് നൽകുകയാണ്. പത്രത്തിൻ്റെ സാക്ഷ്യങ്ങൾ പത്രത്തെ പ്രസിദ്ധീകരിക്കരുതെന്ന് സഭയുടെ കൽപ്പനയുണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ പ്രസിദ്ധീകരിക്കാത്തത്. പക്ഷേ ഒത്തിരിയേറെ മക്കൾ ആ മേഖലയിൽ സൗഖ്യം പ്രാപിക്കുന്നുണ്ട്. അതെല്ലാം ഞങ്ങൾ ഫയൽ ചെയ്ത് സൂക്ഷിക്കുകയാണ്. എന്തെങ്കിലും സഭ അമ്മ പ്രത്യക്ഷപ്പെട്ട് പഠിക്കുമ്പോൾ, ഇങ്ങനെയുള്ള ആധാരശിലകളെ പരിശോധിക്കുമ്പോൾ അമ്മ ഏതെല്ലാം വിധത്തിലാണ് മനുഷ്യൻ്റെ കൂടെ സഞ്ചരിക്കണമെന്ന് മനസ്സിലാകും. നമ്മളൊക്കെ ക്രിസ്ത്യാനികളായിട്ട് ഒരിക്കലും കേൾക്കാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ ഇതിലൂടെയൊക്കെ ആൾക്കാരുടെ അനുഭവമായിട്ട് അവർ പറയുമ്പോൾ നമുക്കത് മനസ്സിലാകും. ദൈവമേ, ഇങ്ങനെയുമൊക്കെ ദൈവം മനുഷ്യരോട് കാരുണ്യം കാണിക്കുമല്ലോ. അപ്പോൾ എങ്ങനെയും കാരുണ്യം കാണിക്കാമെന്നതാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന അവസാന സാക്ഷ്യങ്ങൾ. ഗുരുവിനെ എന്തിനു ബുദ്ധിമുട്ടിക്കണമെന്ന് ജൈറോസിൻ്റെ മകൾ മരിച്ചപ്പോൾ പറഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, ഗുരുവിനെ എന്തിനു ബുദ്ധിമുട്ടിക്കണമെന്നല്ല, ഗുരുവിനെ നമുക്ക് എന്തിനും ബുദ്ധിമുട്ടിക്കാവുന്ന. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് എല്ലാ മക്കളും എന്തെങ്കിലും കാര്യം അച്ഛൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ മക്കൾ ഈ സമയത്ത് ഓർത്താൽ മതി. അച്ഛൻ എൻ്റെ കാര്യം പറഞ്ഞില്ലല്ലോ എന്നൊന്നും ചിന്തിക്കേണ്ട. അതങ്ങനെ ചിന്തിച്ച് പോയിട്ടുണ്ടെങ്കിൽ ഇപ്പം കർത്താവ് നിൻ്റെ കാര്യം പറഞ്ഞതിൻ്റെ അർത്ഥമാണ്, അടയാളമാണ്. സുഡ് ഹല്ലേലൂയ, സുഡ് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സമാപന ആശീർവാദം സ്വീകരിക്കുക. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ഹല്ലേലൂയ, യേശുവേ, ഹല്ലേലൂയ, 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 അനുഗ്രഹിച്ചു
ഹല്ലേലൂയ. ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിച്ച ഈശോയെ, നന്ദി പറയുന്നു കർത്താവേ. വേദനകളും പ്രയാസങ്ങളും പരിഹരിച്ച് ഞങ്ങളെ അനുഗ്രഹിച്ചതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ.